بسم الله الرحمن الرحيم. الحمد لله خالق الوجود من العدم وجاعل النور من الظلم ومخرج الصبر من الألم وملقي التوبة على الندم، ونشكره على المصائب كما نشكره على النعم، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. Respected management of Which Institute, dear dynamic, devoted and dedicated teachers, staff, and my dear, beautiful, bold, bright brothers and sisters, Assalamu alaikum wa rahmatullahi wa barakatuh. قال النبي صلى الله عليه وسلم كلكم راع وكلكم مسؤول عن رعيته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. We all have responsibilities and fulfilling those responsibilities is extremely important. ഈ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് അത് നിറവേറ്റുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹു ചോദ്യം ചെയ്യുന്നൊരു സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ എഴുതി നോക്കുകയാണെങ്കിൽ വിൽ സീ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. കുട്ടികളാകുമ്പോൾ പാരൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഭർത്താവാകുമ്പോൾ ഭാര്യയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഭാര്യയാകുമ്പോൾ വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദി ഹസ്ബൻഡ്സ്. അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഏറ്റവും ഹാർഡസ്റ്റ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി. രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത്, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പാരൻറ്റിങ്, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. മൈ ഡിയർ പാരൻസ്, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഈസ് പാരൻറ്റിങ് ഈസി? എളുപ്പമാണോ പാരൻറ്റിങ് എന്ന് പറയുന്നത്? ഈസ് ഇറ്റ് ഈസി ഓർ ഹാർഡ്? ഇറ്റ് ഈസ് ഹാർഡ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹാർഡ്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര പ്രതിഫലം അതിന് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുട്ടികളെ ചേർത്തിട്ടുള്ളത്. ഞാൻ ഇർഷാദ് സാഹിബ് എന്നെ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ വെർച്വൽ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജനറൽ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ ഐ വാസ് എക്സ്ട്രീംലി ഹാപ്പി. കാരണം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും റണ്ണിങ് ദ സിസ്റ്റം ഈസ് ആക്ച്വലി റിയലി ഹാർഡ്. ഇറ്റ് ഈസ് റിയലി ഹാർഡ്. ആ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് റിയലി ഹാർഡ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ദ വേ ദാറ്റ് ദി എൻറ്റയർ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റം, അഡ്മിനിസ്ട്രേഷൻ, ഇദാരിയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഐ വാസ് എക്സ്ട്രീംലി ഹാപ്പി. ഐ വുഡ് സേ ദാറ്റ് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് റൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കേരള ഫോർ ഖുർആൻ റൈറ്റ് നൗ. കാരണം കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, മൈ ഡിയർ പാരൻസ്, പാരൻറ്റിങ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അസ്സബിയു അമാന. എ ചൈൽഡ് ഈസ് എ ട്രസ്റ്റ് അപ്പോൺ പാരൻസ്. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു ചോദിക്കും, നീ നിന്റെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? വാട്ട് ഹാവ് യു ഡൺ ഫോർ ഇറ്റ്? നീ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അള്ളാഹു, എനിക്ക് കുറേ ബിസിനസ് ഉണ്ടായിരുന്നു, എനിക്ക് കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന ശ്രദ്ധ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? There is no use. So parenting, subhanallah, it is one of the most important things. ഞാൻ ഒരു കൗൺസിലറാണ്. നമുക്ക് ആളുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കാറുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. മൈ ചൈൽഡ് ഈസ് നോട്ട് പ്രാക്ടീസിങ് ഇസ്ലാം. എൻ്റെ കുട്ടിയാണ് ദീനുമായിട്ട് അത്ര കൂടുതൽ ബന്ധമില്ല. ഒരു ഒന്നര മാസം മുന്നേ ഒരു കൗൺസിലിങ്ങുമായിട്ട് ഓഫീസിലേക്ക് ഒരാൾ കയറി വരികയാണ്. കുട്ടിയുണ്ട്, 13 വയസ്സുള്ളൊരു മോനുണ്ട്, കൂടെയുണ്ട്. എന്നിട്ട് ഞാൻ ഓഫീസിൽ ചെയറിന് മുന്നിലിരുന്നു. എന്നിട്ട് അദ്ദേഹം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കുട്ടിയെ കുറ്റപ്പെടുത്താണ്. സമയത്തിന് പള്ളിയിൽ പോകില്ല, സുബഹിക്ക് എണീക്കൂല എന്ന് പറഞ്ഞിട്ട് ലോങ് ലിസ്റ്റ് ഓഫ് കംപ്ലൈൻറ്റ്സ്.
അതിലേറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് മൈ ചൈൽഡ് ഡസൻ പ്രാക്ടീസ് ഇസ്ലാം. ഇസ്ലാമുമായിട്ട് എൻ്റെ കുട്ടിക്ക് വലിയൊരു ബന്ധമില്ല. അപ്പം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പിതാവ് കുട്ടിയെ ഇങ്ങനെ ക്രൂരമായിട്ട് വളരെ മോശമായിട്ട് ക്രിട്ടിസൈസ്. ഇസ് ദാറ്റ് റൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടിയുടെ എല്ലാ മോശം കാര്യങ്ങളും ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്കൂളിലുള്ള PTA മീറ്റിലെങ്കിലും പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ടീച്ചേഴ്സ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പാരൻസിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് സൈക്കോളജിക്കലി പ്രോബ്ലമാറ്റിക്. ഭയങ്കര പ്രോബ്ലമാണത്. അങ്ങനെ ഞാൻ കുട്ടിയോട് ജസ്റ്റ് പുറത്തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരാൾ കോർഡിനേറ്റർ വന്നിട്ട് കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഈ ഉപ്പയോട് സംസാരിച്ച് വരുമ്പോൾ വീട്ടിലത്തെ അവസ്ഥകളെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. ആൻഡ് വാട്ട് ഐ വാസ് അസ്റ്റോണിഷ്ഡ് വാസ് ദാറ്റ് വീട്ടിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് സുബൈക്ക് മര്യാദക്ക് പള്ളി പോകുന്ന ആളല്ല. ഉമ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്നുള്ളത് എൻ്റെ കുട്ടി തീരെ ഖുർആൻ ഓതുന്നില്ല. ചെറുപ്പത്തിൽ മഗ്രിബിന് ശേഷം കുറച്ചൊക്കെ ഖുർആൻ ഓതാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം വല്യമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒപ്പരം ഖുർആൻ ഓതാറുണ്ടായിരുന്നു. പക്ഷെ നൗ ഹി ഡസൻറ്റ് റിസൈറ്റ് ദ ഖുർആൻ. പക്ഷെ വീട്ടിലത്തെ അവസ്ഥയാണെങ്കിൽ ഇദ്ദേഹം ഖുർആൻ ഓതാറില്ല, ഉമ്മയാണെങ്കിൽ ഉമ്മയും ഖുർആൻ ഓതാറില്ല. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് സൈക്കോളജിക്കലി പഠിക്കുമ്പോൾ കുറേ തിയറീസ് കാണാൻ പറ്റും. അതിലൊരു തിയറിയാണ് ജോൺ പോഷയുടെ ദ തിയറി ഓഫ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ചിൽഡ്രൻ ലേൺ ത്രൂ ഒബ്സർവേഷണൽ ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുണ്ട്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ലേറ്റന്റ് ലേണിംഗ്, ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ലേണിങ്ങുകളുണ്ട്. പക്ഷെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഒരു കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ത്രൂ ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. എന്താണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്? ദ ചൈൽഡ് ഒബ്സർവ്സ് ദ പാരൻസ്. പാരൻസ് എന്താണോ ചെയ്യുന്നത്, എന്താണോ സംസാരിക്കുന്നത്, അത് കൃത്യമായിട്ട് കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചില പാരൻസ് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിക്കും. അവർ പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, കുട്ടിക്ക് മനസ്സിലാവില്ല. ബട്ട് ഇൻ ഫാക്ട് എ ലോട്ട് ഓഫ് ഇറ്റ് ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ്. കുട്ടിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ ചൈൽഡ് ഈസ് ലൈക്ക് എ സ്പോഞ്ച്. ഒരു സ്പോഞ്ച് പോലെയാണ് ഈ ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത്. കിട്ടുന്നതെല്ലാം ഇങ്ങനെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നിങ്ങളെ വീട്ടിൽ ഒരു 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഹൗ മെനി ഓഫ് യു ഹാവ് സച്ച് ചിൽഡ്രൻ? റേസ് യുവർ ഹാൻഡ്. 3 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്. 24 മണിക്കൂർ CCTV ക്യാമറ ഓണാക്കി വെച്ചതുപോലെയാണ് ശരിക്കും വീട്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്താ? കുട്ടി ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് he or she is basically observing the parent and he or she is learning from the parent. അത് ഏറ്റവും മൈക്രോ ലേണിംഗ് ആണെങ്കിൽ പോലും ഒരു പാരൻ്റ് എങ്ങനെയാണ് പെട്രോൾ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പെട്രോൾ അടിക്കുന്ന ആളോട് സംസാരിക്കുന്ന ടോൺ എന്താണെന്നുള്ളത് പോലും വളരെ കൃത്യമായിട്ട് കുട്ടി, ദി ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫ്രീക്വൻസി ഫ്ലക്ച്വേഷൻ, ദ ടോൺ. അത്ര പവർഫുൾ ആണ് കുട്ടികളുടെ ഒബ്സർവേഷൻ ലേണിംഗ് എന്നുള്ളത്. So if you want your child to be connected to the Quran, ഖുർആനുമായിട്ടൊരു കണക്ഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്നാമത്തെ പോളിസി എന്ന് പറയുന്നത് യു ഷുഡ് ബി കണക്റ്റഡ് ടു ദ ഖുർആൻ. ഒരുമിച്ച് നിങ്ങൾ കുടുംബത്തോടൊപ്പം ഖുർആൻ ഓതാറുണ്ടോ? ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മോട് ചെന്ന് ചോദിക്കേണ്ട വലിയ ചോദ്യമാണ്. ഇഫ് യു വാണ്ട് യുവർ ചൈൽഡ് ടു ഹാവ് എ കണക്ഷൻ വിത്ത് ദ ഖുർആൻ ലേറ്റർ ഓൺ ഇൻ ലൈഫ്, ദ ട്രെയിനിങ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം വെയർ? ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോം. ഇവിടെ നേരത്തെ സംസാരിച്ച വ്യക്തിത്വങ്ങൾ അവരൊക്കെ നിരന്തരം പറഞ്ഞു, ഒരു ടീച്ചർ എന്ന നിലക്ക് ആസ് എൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ദർ ആർ ലിമിറ്റേഷൻസ്, റൈറ്റ്? ക്ലിയർ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കൂടി പോയാൽ പോളിസികൾ പറയാൻ പറ്റും, റെഗുലേഷൻസ് പറയാൻ പറ്റും, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ കുറച്ച് റൂൾസൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ പറ്റും എന്നല്ലാതെ അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഏറ്റവും കൂടുതൽ വർക്കുള്ളത് ഇവിടെ ആർക്കാണ്? ഇറ്റ് ഇസ് ആക്ച്വലി ഫോർ ദ പാരൻസ്. സോ ഇഫ് യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി കണക്റ്റഡ് ടു ദ ഖുർആൻ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആർ യു കണക്റ്റഡ് ടു ദ ഖുർആൻ? എൻ്റെ മനസ്സിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർമ്മ വരികയാണ്. മദീനയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മസ്ജിദ് നബവിയിൽ എത്ര ആളുകൾ പോയിട്ടുണ്ട്? റൈസ് ഹാൻഡ്. അധികം ആളുകളും പോയിട്ടുണ്ടാകും. നിങ്ങൾ കയറി കഴിഞ്ഞാൽ സോഫകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? വലിയ കസാരകൾ. ഹൗ മെനി ഓഫ് യു സീൻ ദാറ്റ്? ഹലഖാത്ത് മസ്ജിദ് നബവി.
മസ്ജിദ് നബവിയിലുള്ള ഹലഖകളാണ്. ഭയങ്കര രസമാണത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ടു സീ. തൊല്ലാബുൽ ഇൽമുകൾ അവിടെ വന്നിട്ട് ഒരു ഷെയ്ഖിൻ്റെ ചുറ്റും ഇങ്ങനെ വന്നിട്ട് അവർ പഠിക്കുന്നത് കാണുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. പക്ഷെ അവർക്ക് യൗമുൽ ഇജാസകളുണ്ട്, അതായത് ലീവ് ഡേയ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ലീവ് ഡേയ്സ്? വാട്ട് ആർ ദ ലീവ് ഡേയ്സ്? ഏതാണ്? റൈറ്റ്, സാറ്റർഡേ ആൻഡ് ഫ്രൈഡേ. ഫ്രൈഡേ ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചിരുന്നത് മദീന യൂണിവേഴ്സിറ്റിയിലല്ല, യൂണിവേഴ്സിറ്റിക്ക് തൊട്ട് അടുത്തുള്ള മെഹദറത്തുൽ മദനിയത്തുൽ ആലമിയ എന്ന് പറഞ്ഞ ഷെയ്ഖിൻ്റെ കീഴിലാണ്. ഷെയ്ഖ് അഹമ്മദ്, ഷെയ്ഖ് ബിൻ ബാസിൻ്റെ സ്റ്റുഡൻറ്റ് തിൽമീദായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ പഠിച്ചത്. അങ്ങനെ ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ ചെയ്യുക വെച്ചാൽ സുബഹിക്ക് മുന്നേ നേരെ മസ്ജിദ് നബവിയിൽ പോകും. എന്നിട്ട് രാത്രി വരെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുക, ഡ്യൂറിങ് മുറാജ അൽ ഖുർആൻ. അപ്പോൾ സിൻസ് ഇറ്റ്സ് ബ്രേക്ക് ഡേ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു ദിവസമാണ്, ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ദിവസമാണ്. ഞാൻ അവിടെ മസ്ജിദ് നബവിയിൽ ബാബുർ റാബിഇൻ്റെ മുന്നിലൂടെയാണ് കയറിയെന്ന് എൻ്റെ ഓർമ്മയ്ക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല. വാട്ട് വാസ് ദി ഡോർ നമ്പർ? വാസ് 10ാമത്തെ ഡോർ നമ്പറിലൂടെ കയറി. ഇങ്ങനെ കയറി മുന്നോട്ട് ഇങ്ങനെ പോയി ഒരു സ്ഥലത്തിരുന്നു. അപ്പോൾ സൈഡിൽ ചെറിയൊരു കുട്ടി, ചിലപ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ പ്രായമായിരിക്കും, ചെറിയൊരു മോന് സൗബിട്ട് ഷിമാഗിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. അത് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഞാനിങ്ങനെ അൽഹംദുലില്ലാഹ് മുറാജ തുടങ്ങി കുറേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറായി കഴിഞ്ഞിട്ട് പോലും ഈ കുട്ടി ഇവിടുന്ന് നീക്കണില്ല. കുട്ടി ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ഐ വാസ് അസ്റ്റോണിഷ്ഡ്. അത്ര ചെറിയ കുട്ടികൾ ഇത്ര കോൺസെൻട്രേഷനോടുകൂടി കൂടി ഖുർആൻ ഓതുന്നത്, ഈസ് ദാറ്റ് സംതിങ് ദാറ്റ് വി സീ ഓൺ എ ഡെയിലി ലൈഫ്? നോ, നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കുട്ടികൾ ഖുർആൻ ഓതണമെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഓത് ഇഖ്റ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ കുട്ടി ഇങ്ങനെ ഓതുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം കുട്ടികളുടെ കൗൺസിലിംഗ് കേസുകൾ വരാറുണ്ട്. ചെറിയ കുട്ടികൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് ഇരുത്തിയായിരിക്കൂല, അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കില്ല. ഭയങ്കര രസമാണ്. കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇറ്റ്സ് നോട്ട് സംതിങ് ബാഡ്. കുട്ടികൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ്റെ പേരെന്താണ്? അസ്സലാമു അലൈക്കും, കൈഫൽ ഹാൽ, ഷിസ്മുക്ക് പറഞ്ഞിങ്ങനെ സംസാരിച്ചു വന്നു. അവിടെ ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടെയാണ് പഠിക്കുന്നത്? വേറെ മസ്ജിദ് നബവിയിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇന്ന് യൗമുൽ ഇജാസ ആണല്ലോ, ഇന്ന് ബ്രേക്ക് ഡേ ആണല്ലോ, എന്തിനപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത്? യു കുഡ് ഡു എ ലോട്ട് ഓഫ് അതർ തിങ്സ്. ഗെയിം കളിക്കാൻ പോവോ, ഫുട്ബോൾ കളിക്കാൻ പോവോ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അവന് എന്നോട് തിരിച്ചു പറഞ്ഞു, ഐ ലൈക്ക് ടു റീഡ് ഖുർആൻ, ഖിറാഅത്തുൽ ഖുർആൻ. എനിക്കിഷ്ടമാണ്. ഇതാണ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. കുട്ടികളെ കൊണ്ട് നമുക്ക് ഓദിപ്പിക്കാൻ പറ്റും, പക്ഷെ അവരിഷ്ടപ്പെട്ട് ഓതുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവന് പറഞ്ഞു ഹബ്ബുൽ ഖുർആൻ, എനിക്ക് ഖുർആനെ ഇഷ്ടമാണ്, ഖുർആൻ ഓതുന്നത് ഖിറാഅത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഖുർആൻ ഓത്ത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനോട് സംസാരിച്ച് വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ദ മദർ കോൺസ്റ്റൻ്റ്ലി റിസൈറ്റ്സ് ദ ഖുർആൻ, ഷീ ഈസ് എ ഹാഫിള ഓഫ് ഖുർആൻ. ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് പോലും ഖുർആൻ മുറാജ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകനാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്, സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അവൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഹി കോൺസ്റ്റൻ്റ്ലി റിസൈറ്റ്സ് ഖുർആൻ സ്ഥിരം ഓതും. മസ്ജിദ് നബവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട്, മദീനയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, വർക്കൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മസ്ജിദ് നബവിയിൽ വന്നിട്ട് കുട്ടികളോടൊപ്പം വന്നിട്ട് അവരും എല്ലാവരും ഇരുന്നിട്ട് ഖുർആൻ ഓതും. മഗ്രിബ് മുതൽ ഇശാ വരെ അവിടെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് യുവർ ചൈൽഡ് ടു ഹാവ് ദാറ്റ് ലവ് ടുവേർഡ്സ് ഖുർആൻ, എൻ്റെ മാതാവും എൻ്റെ പിതാവും ഖുർആനിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവരുടെ മനസ്സിൽ നിർബന്ധമായിട്ട് വേണ്ടിയിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ചിൽഡ്രൻ ഹാവ് സംതിങ് കോൾഡ് എസ് മിറർ ന്യൂറോൺ സിസ്റ്റം. മിറർ ന്യൂറോൺ എന്താണ്? ഈ മിററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളതിൽ കാണിക്കുന്നത് എന്താണോ അതുപോലെയാണത് നമുക്ക് തിരിച്ച് കാണിച്ചു തരാം. If you want your child to read the Quran every day, you need to read the Quran every day. ഖുർആൻ കുട്ടികളെ ഹിഫ്ളാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കുന്നത് അവർക്ക് കാണാൻ സാധിക്കണം, അവർക്ക് കേൾക്കാൻ സാധിക്കണം, അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്. So that's a very very beautiful thing. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ? If you think yes, raise your hand. കുട്ടികൾ കൈ വന്നിരിക്കുന്നുണ്ട്. If you say no, raise your hand. ഈ ഒന്നും പറയാത്ത ആളുകളൊന്ന് കൈ വന്നിക്കോ. കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ ഡീപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ ചൈൽഡ് ലൈൻ അംബാസിഡേഴ്സ് നെറ്റ്വർക്കിൻ്റെ ചെയർമാൻഷിപ്പിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു.
അപ്പോൾ ചൈൽഡ് ലൈൻ്റെ നോഡൽ ഓഫീസറായിട്ട്, കാലിക്കറ്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആൻഡ് ഹി യൂസ് ടു ഷോ മീ ദ ഫയൽ കേസസ്. കുട്ടികളിങ്ങനെ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും. 1098 എന്നുള്ളതാണ് അതിൻ്റെ നമ്പർ. ഇറ്റ്സ് എ ടോൾ ഫ്രീ നമ്പർ ആൻഡ് ചിൽഡ്രൻ കൺ ഡയറക്റ്റ്ലി കോൾ. അതിൽ സുബ്ഹാനല്ലാഹ് കുറേ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ചില കംപ്ലൈൻറ്റുകളുണ്ട്. എൻ്റെ ഉപ്പക്കെതിരെ കേസ് എടുക്കണം. 9 വയസ്സുള്ള കുട്ടിയാണ്, എൻ്റെ ഉപ്പക്കെതിരെ കേസ് എടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് കേസ് എടുക്കുന്നത്? എന്തിനാണ് കേസ് എടുക്കുന്നത്? പറയാണ്, ഉപ്പ എന്നെ തല്ലി. അപ്പം ഞാൻ വിചാരിച്ചു ചൈൽഡ് അബ്യൂസ് കേസായിരിക്കാം. ചൈൽഡ് അബ്യൂസ് കേസാണെങ്കിൽ ഇന്ന IPC സെക്ഷൻസൊക്കെ വെച്ചിട്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റും. നമ്മൾ അടിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര അടിയാണ് വിചാരിക്കും. പക്ഷെ കുട്ടി പറഞ്ഞു, എന്നെ എങ്ങനെ അടിച്ചത്? പുറത്തേക്ക് അടിച്ചതാണ്. ഈ എന്താ ചെയ്തത്? ഓൻ ചെയ്തത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് TV പൊട്ടിച്ചു. ഓൻ അടിക്കാൻ പറ്റുമോ? ശരിക്കും കുട്ടികളെ അടിക്കുന്നതിൽ ഇറ്റ് ഈസ് എ വെരി ഡീപ്പ് ഡിസ്കഷൻ. 1980കളിൽ വന്നിട്ടുള്ള സെൽഫ് എസ്റ്റീം മൂവ്മെൻ്റ് ഉണ്ട്. US വന്നിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്, ഒരു ലിബറൽ മൂവ്മെൻ്റാണ്. ഇറ്റ്സ് ഓൾസോ കണക്റ്റഡ് ടു സൈക്കോളജി. അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഈ കുട്ടികൾ എന്നുള്ളത് പളുങ്ക് പാത്രം പോലെയാണ്, നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന പോലെയാണ് അവരുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കുട്ടികളെ അടിക്കേണ്ട അവസ്ഥയുണ്ട്, അടിക്കാൻ പാടില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷെ ജനറലി ഏറ്റവും ഐഡിയൽ എന്താണ്? അടിക്കാതിരിക്കലാണ് ഏറ്റവും ഐഡിയൽ. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റിസൈറ്റിംഗ് ദ ഖുർആൻ. ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടികളെ അടിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി സീരിയസ്. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ എന്നുള്ളത് ചിൽഡ്രൻ ലേൺ ത്രൂ ഇമോഷണൽ അസോസിയേഷൻ. എന്താണ് ഇമോഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം പഠിക്കുമ്പോൾ ആ കാര്യത്തോട് സന്തോഷമുള്ളൊരു ഇമോഷനാണ്, പോസിറ്റീവുള്ളൊരു വൈബാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ they will learn it faster. അതുകൊണ്ടാണ് ഈ സൈക്കോളജിയിൽ പറയുന്ന ടോക്കൺ എക്കോണമി സിസ്റ്റം ഒക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. എന്താണ് ടോക്കൺ എക്കോണമി സിസ്റ്റം? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഗിഫ്റ്റുകൾ കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളെ ഇവിടെ ഇങ്ങനെ നല്ല ഡ്രസ്സിൽ ഇരുത്തിയതും അതുപോലെ തന്നെ അവർക്ക് നല്ല അപ്രീഷിയേഷൻ കൊടുക്കുന്നതും ഇങ്ങനെ ഒരു സ്റ്റേജിൽ അണിച്ചു വരുത്തി അവർക്ക് സർട്ടിഫിക്കറ്റും പ്രൈസും കൊടുക്കുക, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഐ മസ്റ്റ് റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. സുബ്ഹാനല്ലാഹ്. കാരണം ഞാൻ കുറേ ഹിഫ്ള് സ്ഥാപനങ്ങളിൽ പോകാറുണ്ട്. വൺ ഓഫ് ദി ഇഷ്യൂ ഈസ് ദാറ്റ് ഭയങ്കര ഡ്രൈ ആണ് അവിടെ, കുട്ടികൾക്കൊരു ഉത്തേജനമില്ല. They don't feel recognized, they don't feel appreciated. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അപ്രീസിയേഷൻ നമ്മൾ നിരന്തരം കൊടുക്കുക എന്നുള്ളതാണ്. സൈക്കോളജിയിലുള്ള 2 ലേണിംഗ് തിയറീസ് ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് റിവാർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. റിവാർഡ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം കുട്ടികൾക്ക്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു റീഇൻഫോഴ്സ് ദ ബിഹേവിയർ ബൈ ഗിവിംഗ് ദം റിവാർഡ്. സുബ്ഹാനല്ലാഹ്. അതല്ലാതെ കുറേ പണിഷ് ചെയ്ത് ചീത്ത പറഞ്ഞിട്ടാണ് നിങ്ങൾ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതെങ്കിൽ then you need to fear the outcome. അതിൻ്റെ ഔട്ട്കം നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. എനിക്ക് കൗൺസിലിംഗ് കിട്ടാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ബീൻ ലൈക്ക് 4 to 5 years. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, പേടിപ്പിച്ചിട്ടുള്ള ചില കേസുകളുണ്ട്. എണ്ണിയാൽ ഒരു 9 or 10 കേസുകളുണ്ട്. അതിലൊരു കേസാണ്, ഞാൻ ബാംഗ്ലൂരിൽ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോ സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. സംടൈംസ് ഐ ഗോ ദർ ഫോർ കേസ് അനാലിസിസ്. ഇങ്ങനെ അവിടെ പോയിട്ട് അവിടെയുള്ള കേസുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ദർ ആർ ഫ്യൂ സൈക്കോളജിസ്റ്റ് ദർ. ഇസ്ലാമിക് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഇറ്റ്സ് എ റെയർ തിങ്. സോ അത് കണ്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഞാനവിടെ പോയി കേസുകൾ നോക്കി. ഒരു കേസ് എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കേസാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. 15 വയസ്സുള്ളൊരു മോനാണ്, ഹാഫിദുൽ ഖുർആനാണ്, പക്ഷെ നിരീശ്വരവാദിയാണ്. അഊദു ബില്ലാഹ്. ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്. How many of you feel shocked? Raise your hand. How many of you feel shocked? സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഷോക്ക്ഡായി പോയി ഞാൻ. കാരണം ഖുർആൻ നിരന്തരം ഓതുന്ന ഒരു മോൻ എങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് പോയത്? നിരീശ്വരവാദം എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിൽ പടർന്ന് പന്തലിച്ച് പിടിച്ചു വരുന്ന പ്രശ്നമുണ്ടോ? എത്രത്തോളം കുട്ടികളാണ് they fall into this. അപ്പോൾ ഞാൻ മോനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ അവരോട് സംസാരിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോട് ഞാൻ സംസാരിച്ചു. അവന് ഖുർആൻ പഠിക്കാൻ പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ശരിക്കൊരു അബ്യൂസ് സെൻ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അടിച്ച് ഒരു പേജിൽ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബീറ്റിംഗ് ഹിം അപ്പ്. സുബ്ഹാനല്ലാഹ്. അടിച്ചടിച്ച് ഖുർആൻ പഠിച്ചു. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നുള്ളത് അവന് വെറുത്തു പോയി. മനസ്സിൽ ഖുർആനുമായിട്ട് അവൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഓൾ ദ നെഗറ്റീവ് ഇമോഷൻസ്.
നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അതിന് പാടുകൾ അവൻ്റെ ബോഡിയിൽ കാണുന്ന അവസ്ഥയിലാണ് അടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാം, അങ്ങനെയുള്ള സെൻറ്ററുകൾക്കെതിരെ കേസ് എടുക്കണമെന്ന് ഞാൻ പറയാം. സുബ്ഹാനല്ലാഹ്. സൈക്കോളജിക്കലായിട്ട് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഈസ് ബീങ് ഗിവൺ ടു ദി ടീച്ചേഴ്സ് ഹിയർ ആസ് വെൽ. അത് വളരെ കൃത്യമായിട്ട് സുബ്ഹാനല്ലാഹ് കുട്ടികൾക്ക് ഖുർആനുമായിട്ടൊരു സ്നേഹം ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഖുർആനുമായിട്ടൊരു സ്നേഹം ഉണ്ടാവേണ്ടതുണ്ട്. ബിൻ ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദെയർസ് എ ബ്യൂട്ടിഫുൾ കോട്ട് ഇൻ വൺ ഓഫ് ഹിസ് ബുക്സ്. കുട്ടികൾക്ക് ഇസ്ലാമിനോടൊരു മഹബത്ത് ഉണ്ടാവണം, കുട്ടികൾക്ക് ഇസ്ലാമിനോടൊരു സ്നേഹം ഉണ്ടാകണം, ഖുർആനിനോടൊരു സ്നേഹം ഉണ്ടാകണം. അവിടെയാണ് ഈ തർബിയത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ തർബിയത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പഠിച്ചിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് അഹ്മദ് ഇബ്ൻ അൽ ഹാഫിദ് അഷ്ശൻഖീത്തി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ. എത്ര ആളുകൾ കേട്ടിട്ടുണ്ട്? റൈസ് യുവർ ഹാൻഡ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ, അവർ രണ്ടാളും ഒരുമിച്ചാണ് പഠിച്ചു വളർന്നത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് മുഹദ്ദിസ് അൽ മദീന, മദീനയിലെ വലിയൊരു മുഹദ്ദിസാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് എന്ന് പറയുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദറിൻ്റെ ഉപ്പയാണ്. ഉപ്പയാണ് ഇവർക്ക് തർബിയത്ത് കൊടുത്തത്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഷെയ്ഖുമായിട്ട് കുറേ കഥകൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഇവർക്ക് രണ്ടാൾക്കും തർബിയത്ത് കൊടുത്ത രീതി പറയുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദിന് കുറേ മക്കളുണ്ടായിരുന്നു കേട്ടോ, കുറേ മക്കളുണ്ടായിരുന്നു. അവരുടെ വീടൊക്കെ സന്ദർശിച്ച് നമുക്ക് തന്നെ അത്ഭുതം തോന്നി. കുറേ കുട്ടികൾ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് അസ്റ്റോണിഷിങ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള 4 മക്കളും നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ വന്നിട്ട് നിങ്ങളെ ചെവിയിൽ ഇങ്ങനെ ഒച്ച വെക്കുകയാണ്. ഹൗ വുഡ് യു ഡീൽ വിത്ത് ദാറ്റ്? ഹൗ വുഡ് യു ഡീൽ വിത്ത് ദാറ്റ്? മോനെ ഒച്ചടല്ലേ എന്നുള്ളതൊരു 10 പ്രാവശ്യം പറയും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒച്ച എന്താണ്? പൊന്തും. ജനറലി അത് പൊന്തും. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, നമ്മൾ ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ക്ഷമ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുട്ടികളിങ്ങനെ ഓടി കളിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹം കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാലും കുറേ ചീത്ത പറയുക, ഒച്ചയിടുക, പേടിപ്പിക്കുക, അതൊന്നുമല്ലായിരുന്നു. മോട്ടിവേറ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ടീച്ച് ദം ഇൻ എ ബ്യൂട്ടിഫുൾ 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 മാനർ. ഞാൻ എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തൊന്നും പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ പഠന രീതി എന്ന് പറയുന്നത് ഷെയ്ഖിൻ്റെ കൂടെ താമസിക്കലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ബിഹേവിയറും നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് സംതിങ് അസ്റ്റോണിഷിങ്. നമ്മൾ കുട്ടികൾ കുറേ രാജ്യത്തു നിന്നുള്ള കുട്ടികളുണ്ട്, യൂറോപ്പിൽ നിന്നുള്ള കുട്ടികളുണ്ട്, സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. എല്ലാവരും വന്നിട്ട് ഷെയ്ഖിൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ദാറ്റ് ചിൽഡ്രൻ മേക്ക്. ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം എൻ്റെ പോലെയുള്ള 20, 22, 23 വയസ്സുള്ള ആളുകളായിരിക്കും. ഷബാബ്, നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാലും ഷെയ്ഖ് ചൂടാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര സ്നേഹത്തോടു കൂടി. അതുപോലെ തന്നെ ബിഹേവിയർ, ശരിക്കും ഷഖ്സിയത്തുൽ ഇസ്ലാം പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ഇഷ്ടം തോന്നും ആളുകളോട്. നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എണീറ്റിട്ട് അഹ്ലൻ വസഹ്ലൻ തഫദ്ദൽ 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 ഷായ് വല്ല ഗഹ്വ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചായയും ഗഹ്വയൊക്കെ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു തരും. സുബ്ഹാനല്ലാഹ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ തിങ് ടു ബേസിക്കലി സീ. എപ്പോഴും സംസാരിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നു. ദീൻ കിതാബുകളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഐ തിങ്ക് ഐ ഹാവ് സ്റ്റഡീഡ് ബൈ ഒബ്സർവിങ് ഹിം. ആ ഒരു ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇസ്ലാമിനോട് സ്നേഹമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ വെറുപ്പാണ് ഉണ്ടാവുക? ദാറ്റ്സ് എ വെരി ഡീപ് ക്വസ്റ്റ്യൻ ദാറ്റ് വി മസ്റ്റ് ബി ആസ്കിങ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇബ്ൻ ബാസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യജിബു അലൽ വാലിദൈനി അൻ യുശജ്ജഉ ഔലാദഹും അലാ ഹിഫ്ദുൽ ഖുർആൻ വയകുന ദാലിക ബിൽ മഹബ്ബ. Parents must encourage their children to memorize the Quran, and it should be done with what? എന്തിലൂടെയാണ് ചെയ്യേണ്ടത്? മഹബ്ബ, ലവ്വിലൂടെയാണ് ചെയ്യേണ്ടത്. തദർറുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രാജുവൽ സ്റ്റെപ്സ്. ഒരു കുട്ടിക്ക് പഠിക്കാൻ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഇൻ്റലിജൻസുകളുണ്ട്. ഈ ഇൻ്റലിജൻസിനനുസരിച്ചിട്ടാണ് അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. എൻ്റെ അനിയൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ 5 ആൺകുട്ടികളാണ്, ഞാനാണ് 3ാമത്തെ ആൾ. എൻ്റെ നേരെ അടിയിലുള്ള ഒരാളുണ്ട്, അവനിപ്പോൾ മദീനയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാഹ്. അവന് BCom കഴിഞ്ഞാണ് അങ്ങോട്ട് പോയത്. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഓന് പഠിക്കുമ്പോൾ അയൽവാസികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ എക്സാം ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാണെന്നറിയാം, നീട്ടിപ്പാടി ബാങ്ക് എടുക്കുന്ന കാര്യമാണ് പഠിക്കാൻ. ഇങ്ങനെ ഉറക്കൻ ഓതിയിട്ട് പഠിക്കുക ചെയ്യാം. എനിക്ക് ദേഷ്യം വരും, ഞാനും അവനോട് ചൂടാവും.
അന്ന് ഞാൻ +1 പഠിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരും, ഞാൻ അവനോട്, പക്ഷേ എൻ്റെ ഉമ്മിപ്പിയോരോട് ചൂടാവില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് സ്റ്റൈൽ. ഓരോ ആളുകൾക്കും ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റും. ഇങ്ങനെ നടന്നിട്ടാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് ഇരുന്ന് മാത്രമാണെങ്കിൽ ഐ നോട്ട് ബി ഏബിൾ ടു സ്റ്റഡി വെൽ. ചില കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഒരു ശബ്ദവുമില്ലാത്ത ഒരു വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവർക്ക് പഠിക്കാൻ കഴിയുള്ളൂ. സോ ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് കുറേ രീതിയിലുണ്ട്. അപ്പോൾ ഇവിടെ തദർറുജ്, ഗ്രാജുവൽ സ്റ്റെപ്സ് ഒരു കുട്ടിയെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. We need to understand what their learning styles are, because all children are unique, subhanallah. All children are really, really unique, subhanallah. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ മെത്തഡോളജി ഉണ്ട്, ദാറ്റ് നീഡ്സ് ടു ബി അപ്ലൈഡ്. അങ്ങനെയാകുമ്പോഴാണ് ഖുർആനോടൊരു മഹബത്ത് കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഇനി അവസാനം ഒരു പോയിന്റും കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഗോ ഇൻ ടു ദ Q&A. നമ്മൾ കുട്ടികളോട് സാധാരണ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുറേ മദ്രസയിലുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. കുറേ മദ്രസകളിലുള്ള പ്രശ്നമാണ്. ഞാൻ മദ്രസകളിൽ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. മദ്രസകളിൽ എല്ലാ മദ്രസയും ജനറലൈസ് ചെയ്ത് പറയില്ല, ബട്ട് ഇൻ എ ലോട്ട് ഓഫ് മദാരിസ് our children are taught about the what of the Islam and how of the Islam. അതായത് ഇപ്പോൾ നമസ്കാരം പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമസ്കാരം, വാട്ട് ഈസ് സലാ, അത് പഠിപ്പിക്കുന്നുണ്ട്. ഹൗ ഈസ് സലാ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ വൈ ടു പ്രേ, എന്തുകൊണ്ട് നീ പഠിക്കണം, എന്തുകൊണ്ട് നീ നമസ്കരിക്കണം എന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്നില്ല. ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മാൻസ് സെർച്ച് ഫോർ മീനിങ്. അതിൽ അദ്ദേഹം ലോഗോ തെറപ്പി എന്നുള്ള ഒരു തിയറിയെ പറ്റി പറയുന്നുണ്ട്. ഭയങ്കര ഒരു തിയറിയാണ്, സുബ്ഹാനല്ലാഹ്. He says ഏത് മനുഷ്യനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, he needs to have the why of it very clear. why എന്ന് പറയുന്ന ഒരു സംഭവം, എന്തിന് ഞാനിത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മുഴുവനായിട്ട് കിട്ടാതെ he will never be able to do something in its full efficiency. ഇക്കിഗായ് എന്ന് പറയുന്ന വേറൊരു പുസ്തകമുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ആ പുസ്തകത്തിൽ the author talks about flow. ഒരു വർക്കിലേക്ക് നമ്മൾ മുഴുവനായിട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോ ലെവലിലെത്തുന്നു. ഫ്ലോ ലെവലിലായി കഴിഞ്ഞാൽ the work becomes very efficient. അതിനും പറയുന്നത് the why needs to be clear. ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇറ്റ് വാസ് റിട്ടൺ ബൈ വെൽ നോൺ ഓഥർ കാൽ ന്യൂപോർട്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഡീപ്പായിട്ട് ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ the objective needs to be clear. കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് അവരോട് പറയുന്നു. അതുപോലെ തന്നെ ദ ഹൗ ഓഫ് ഇറ്റ് ഈസ് മെയ്ഡ് വെരി ക്ലിയർ. മെത്തഡോളജി ഉണ്ട്, സിസ്റ്റം ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ട്രാക്കർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇഫ് ദ വൈ ഈസ് നോട്ട് ക്ലിയർ, നീ എന്തിനു ഖുർആൻ പഠിക്കണം മോനെ എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ബി മോട്ടിവേറ്റഡ്. അപ്പോൾ ഖുർആൻ്റെ മാധുര്യം, അതിൻ്റെ പ്രാധാന്യത നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് സാധിക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൈസ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ ഖുർആൻ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി അഡ്വാൻറ്റേജസ്. പണ്ഡിതന്മാർ പറയുന്നത് തഅലീമു ഫി സിഗ്രി കന്നഖ്ശ് ഫിൽ ഹജർ. അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ടീച്ചിങ് എ ചൈൽഡ് ഇസ് ലൈക്ക് ഇൻസ്ക്രൈബിങ് ഓൺ എ സ്റ്റോൺ. ഒരു പാറക്കല്ലിന്മേൽ നമ്മൾ ചില കാര്യങ്ങൾ കൊത്തിവെക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഈജിപ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, ചില ഈജിപ്ഷ്യൻ മോണുമെൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവർ പണ്ടത്തെ ഈജിപ്ഷ്യൻസ് അവരെന്തായിരുന്നു ചെയ്തത്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാലഘട്ടങ്ങളിലൂടെ മുഴുവൻ നിലനിൽക്കണമെന്ന് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്താ ചെയ്യുക, അവർ അതിൽ സ്റ്റോണിൽ കൊത്തിവെക്കും. ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദാറ്റ്? റേസ് യുവർ ഹാൻഡ്. എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ്. ഹൈറോഗ്ലിഫിക്സ് ആണ് പറയുന്നത്. ഇറ്റ്സ് അസ്റ്റോണിഷിംഗ്. സിമിലർലി ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ പാറക്കല്ലിന്മേൽ കൊത്തിവെക്കുന്ന പോലെയാണ്. ഈ പാറക്കല്ലിന്മേൽ കൊത്തിവെക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണോ? സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ല. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് പേഷ്യൻസ്. പക്ഷെ അതവിടെ കൊത്തിവെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടാവും എന്നുള്ളത്. ഇനി പിന്നീട് സുബ്ഹാനല്ലാഹ് അവന് കോളേജിൽ പോയി അഥവാ എന്തെങ്കിലും ഒരു ജാഹിലിയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻഹിറാഫിൽ കടന്നു കഴിഞ്ഞാൽ പോലും ചെറുപ്പത്തിൽ നിങ്ങൾ അവനോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാകും എന്നുള്ള. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ. ഇറ്റ് ഈസ് ഗോയിങ് ടു റിമൈൻഡ് ഹിം.
ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്, കൗൺസിലിങ്ങിന് വന്നതാണ്. അവന് കോളേജ് സമയത്ത് ജാഹിലിയ കാലഘട്ടമായിരുന്നു. നല്ലൊരു മോനാണ്, മദ്രസയിലൊക്കെ പഠിച്ച് ഖുറാനൊക്കെ കുറേ ഹാഫിദല്ല, കുറേയൊക്കെ ഹിഫ്ദുള്ള ആളാണ്. അവന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവന് കുറേ രീതിയിൽ ഡ്രഗ്സിലേക്ക് പോയി, പ്രീമാരിറ്റൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലേക്ക് പോയി, കുറേ വിഷയങ്ങളിലേക്ക് പോയി. അവൻ്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിം നാമധാരികളാണ്, ഇസ്ലാം ആകെ വിട്ടിട്ടുള്ളൊരവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ ദീൻ അപ്പോഴും ഉണ്ടായിരുന്നവന്, അവന് നമസ്കാരമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, വാട്ട് മേഡ് യു സ്റ്റിക്ക് ടു സലാ? എന്താണ് അത് അവസാനം പൊട്ടാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ടായിട്ടും, അത്ര ലിബറൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് പോലും വാട്ട് മേഡ് യു നോട്ട് ഡിസ്കണക്ട് ഫ്രം സലാ എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നുണ്ട്, ശരിക്കും നമസ്കരിക്കാനുള്ള ഒരു മോട്ടിവേഷനും അവൻ്റെ മനസ്സിലില്ലായിരുന്നു. നമസ്കാരത്തിൽ ഒരു അർത്ഥവും കാണാത്തൊരവസ്ഥയായിരുന്നു. നിരീശ്വരവാദം ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരവസ്ഥയായിരുന്നു. എന്നിട്ടും അവന് അതിൽ നിന്ന് വിട്ടുപോകാതെ നിന്നതെന്ന് പറയുന്നത്, അവൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ചെറിയൊരു ഓർമ്മയുണ്ട്. ഈ ചെറിയൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ 7 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ റൂമിൽ കിടക്കുകയാണ്. എനിക്ക് പേടിയായപ്പോൾ ഞാൻ ഉമ്മയുടെ ഉപ്പയുടെ അടുത്ത് പോയി കിടന്നു, ഡോറ് തുറന്നിട്ട്. ആ സമയത്ത് അവർ രണ്ടുപേരും അവിടെ ഉറങ്ങുകയാണ്. എന്നിട്ട് അവർ ഉമ്മയും ഉപ്പയും എണീക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ചെറുതായിട്ട് ഉണർന്നു. കണ്ണിങ്ങനെ ചെറുതായി തുറന്ന്, മിഴികൾ തുറന്ന് ഞാൻ അവരിലേക്ക് നോക്കുന്നുണ്ട്. ഒന്നും കൂടി കണ്ണടച്ചു. പിന്നെ തുറക്കുമ്പോൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. എ ബ്യൂട്ടിഫുൾ സീൻ. എൻ്റെ ഉപ്പ മുന്നിൽ നിൽക്കുന്നു, എൻ്റെ ഉമ്മ പിന്നിൽ നിന്നിട്ട് അവർ തഹജ്ജുദ് ഒരുമിച്ച് നമസ്കരിക്കുന്നതിൻ്റെ ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഐ കനോട്ട് ഡിസ്കണക്ട് ഫ്രം സലാ എന്ന് അവൻ പറയുമ്പോൾ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷോയിങ് അവർ ചിൽഡ്രൻ ഇസ്ലാം ആൻഡ് ഇറ്റ് ബീങ് പ്രാക്ടീസ് ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേസ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എന്തിനു ഓതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഓത്തിൻ്റെ മാധുര്യം. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ ഓതി അതിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. ഹൗ മെനി ഹാവ് എക്സ്പീരിയൻസ് ഖുർആൻ? വഅൻസലല്ലാഹു സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് എന്തിട്ട് കൊടുക്കും? സക്കീനത്തിട്ട് കൊടുക്കും. എന്താണ് ഈ സക്കീനത്ത് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സക്കീന? നമ്മൾ വ്യത്യസ്ത അർത്ഥങ്ങൾ കാണാൻ പറ്റും. ഈ അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ട്രാൻസ്ലേറ്റ്. കാരണം അറബി ഭാഷയുടെ അത്ര അർത്ഥഗർഭമുള്ള വേറൊരു ഭാഷ ലോകത്തില്ല എന്നുള്ളതാണ്. ഡോക്ടർ ജോസഫ് എ മസാദ് ഇൻ ഹിസ് ബുക്ക് ഇൻട്രൊഡക്ഷൻ ലിബറലിസം ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മുഖദ്ദിമയിൽ ഇൻട്രൊഡക്ഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു ട്രാൻസ്ലേറ്റ്. നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത് എന്തായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? സക്കാത്തിന് മലയാളത്തിൽ എന്ത് പറയും? ഇംഗ്ലീഷിൽ എന്ത് പറയും? ആംസ് എന്ന് പറയുന്നു. ഓർ സംടൈംസ് പീപ്പിൾ യൂസ് ചാരിറ്റി. പക്ഷേ സക്കാത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ആ വാക്കിലൂടെ കിട്ടൂല. സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും മലയാളത്തിൽ? നിസ്കാരം, അല്ലെങ്കിൽ നമസ്കാരം എന്നുള്ളതാണ് എൻ്റെ റൂട്ട്. നമസ്കാരം എന്ന് പറയുന്ന വേർഡ് തന്നെ എറ്റിമോളജിക്കലി അതിൻ്റെ മസ്ദർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കണക്റ്റഡ് ടു ഹിന്ദു തിയോളജി. ഇഫ് യു ട്രാൻസ്ലേറ്റ് ദ വേർഡ് സലാ ഇൻ ടു ഇംഗ്ലീഷ്, ഇറ്റ്സ് ഗോയിങ് ടു ബി prayer, but the word prayer is something that is connected to, etymologically connected to Christian theology. കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻസ് കൊടുക്കാൻ കഴിയില്ല, അതിന് ക്ലിയർ ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. സിമിലർലി സക്കീനത്ത് എന്ന് പറയുന്ന പദം, അള്ളാഹു മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് സക്കീനത്ത് ഇട്ട് തരുമെന്ന് പറയുമ്പോൾ വാട്ട് ഡസ് സക്കീന മീൻ? സക്കീനത്തിന് വ്യത്യസ്ത അർത്ഥം ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. ജോയ്, യൂഫോറിയ, ഹാപ്പിനെസ്, സാൽവേഷൻ, പീസ്. മലയാളത്തിൽ സന്തോഷം, സമാധാനം, ആനന്ദം, പരമാനന്ദം, സായുജ്യം, നിർവൃതി എന്നുള്ള വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു മനസ്സിലേക്ക് ഇട്ട് തരുന്ന സക്കീനത്ത് എന്താണ്? ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് ലിംഗ്വിസ്റ്റിക് കോംപ്രിഹെൻഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. യൂഫോറിയയുടെയും ഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ മുകളിലുള്ള ഒരു സന്തോഷമുണ്ട്. ആനന്ദ, പരമാനന്ദ, സായുജ്യ, നിർവൃതിയുടെ അങ്ങേ അറ്റമുള്ള ആ ഒരു സന്തോഷം, അതൊരു പാരന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, ഹിസ് കണക്ഷൻ വിത്ത് ദ ഹോളി ഖുർആൻ ഈസ് ഗോയിങ് ടു ബി ദെയർ. അത് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ മസ്ജിദ് നബവിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഇമോഷൻസിൽ കാണിക്കുന്ന ഒരാൾ, ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജന്നത്തിനെ പറ്റിയുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ, ഇന്നൽ മുത്തഖീന മഫാസാ حدائق وأعنابا
وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا. ആയത്തുകൾ ഇങ്ങനെ മൂപ്പര് പുഞ്ചിരിക്കാണ്, പുഞ്ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ആള്. സുബ്ഹാനല്ലാഹ്, എക്സ്പീരിയൻസിങ് ദ ഖുർആൻ. ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം എൻ്റെ റൂമിൽ വന്നിട്ടുള്ള റൂംമേറ്റ് യനീക് എന്നുള്ളതാണ് അവൻ്റെ പേര്. അബ്ദുറഹ്മാൻ ആയതാണ്, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ തലബുൽ ഇൽമിൽ വന്നിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അവന് ഖുർആൻ ഓതുമ്പോൾ അവൻ്റെ സൈഡിൽ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയും. സൂറത്തുൽ ഫാത്തിഹ കേട്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരേയാളെ ഞാൻ കണ്ടിട്ടുള്ളത് അവനാണ്. അത് കേട്ടുകൊണ്ട് അതിങ്ങനെ കരയും. സുബ്ഹാനല്ലാഹ്, ഹീസ് എക്സ്പീരിയൻസിങ് ദ ഖുർആൻ. ദ ക്വസ്റ്റ്യൻ ഈസ്, ഹാവ് യുവർ ചിൽഡ്രൻ എക്സ്പീരിയൻസ് ഖുർആൻ? ഖുർആൻ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എക്സ്പീരിയൻസ് ദ ഖുർആൻ? നിങ്ങൾ ഖുർആൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ് ഖുർആൻ, then your children will get the opportunity to experience Quran. ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മോനെ രാവിലെ ഇങ്ങനെ എണീച്ചിട്ട് വേച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈനിൻ്റെ ആ സെഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കിടന്ന് എന്താണ് ഒരുമാതിരി റിപ്പൾഷനോടുകൂടി ഫ്രസ്ട്രേഷനോടുകൂടി അങ്ങനെ നോക്കൂല. ഖുർആൻ ഓതാൻ സമയമായിട്ടുണ്ടല്ലേ, they will wait for it. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കുട്ടികളെങ്ങനെയാണ്, നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ കുട്ടികൾ ഇനിയിപ്പോൾ പോയി നമസ്കരിക്കണമല്ലേ, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, റോബ്ലോക്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൻ്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ഹി ഫീൽസ് ദാറ്റ് ഫ്രസ്ട്രേഷൻ ഇൻ ഹിസ് ഹാർട്ട്. നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടൊരു വർക്ക്, ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ മാനേജ്മെൻറ്റ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ വാട്ട് ഡു വി ഫീൽ? അപ്രോച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചിട്ട്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, വേറൊരു റിവായത്തിൽ അരിഹ്നാ ബിൽ അദാനി യാ ബിലാൽ, ബിലാലെ ഗിവ് us റാഹ, give us peace through salah. ബാങ്ക് കൊടുക്ക് ബിലാലെ, നമസ്കരിക്കാൻ കൊതിയാകുന്നു ബിലാലെ എന്ന് പറയുന്ന രീതിയിൽ. ഇമാജിൻ യുവർ ചിൽഡ്രൻ വെയിറ്റ് ഫോർ, ഉമ്മ എപ്പോഴാണ് ആ സെഷൻ ഉള്ളത്, ഐ വോണ്ട് ടു റിസൈറ്റ് ഖുർആൻ, എനിക്ക് ഖുർആൻ ഓതണം അമ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. ഇഫ് യു നീഡ് യുവർ ചിൽഡ്രൻ ടു ബി ലൈക്ക് ദാറ്റ്, ദെൻ വീട്ടിലുള്ള സ്ട്രക്ചർ, സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. വീട്ടിലെ സ്ട്രക്ചറും സിസ്റ്റവും മാറ്റേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? എന്താണ് ബെനിഫിറ്റ്? അവരുടെ ഇൻ്റലിജൻസ് ഭയങ്കര കൂടും. ഇൻ്റലിജൻസ് എന്ന് ഭയങ്കര, അങ്ങനെ പഠനങ്ങളുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഖിലാൻ, അദ്ദേഹം ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള കുറേ പഠനങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ FMRI സ്കാൻ, FMRI ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് സ്കാനുകൾ, EEG ഇലക്ട്രോ എൻസെഫലോഗ്രഫി സ്കാനുകൾ, PET പോസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി സ്കാനുകളൊക്കെ അതിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് വിൽ ബി കോംപ്ലിക്കേറ്റഡ്, വിൽ ടേക്ക് ടൈം ടു ബേസിക്കലി എക്സ്പ്ലെയിൻ. പക്ഷെ അദ്ദേഹം ബ്രെയിൻ സ്കാൻസ് നടത്തിയിട്ട് പറയുന്നത് ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള കുട്ടികൾക്ക് ഇൻ്റലിജൻസ് ഭയങ്കര കൂടും എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ഭയങ്കര കൂടും. ഞാൻ ഒരു 3 ആഴ്ച മുന്നേ ബാംഗ്ലൂർ പ്രോഗ്രാമിന് പോയിരുന്നു. അതിൽ അമീർ ബാബു എന്നാളൊരു പരിചയപ്പെട്ടു. മാഷാ അല്ലാഹ്, ഐ ഫൗണ്ട് ഹിം വെരി ഇൻസ്പിറേഷണൽ. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, ഒമാനിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, എക്സ്ട്രീംലി വെൽത്തി, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീഹി. അദ്ദേഹം UP ഒരു സ്കൂൾ തുടങ്ങി, വിഷൻ അക്കാഡമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹിഫ്ളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഹാഫിളായിട്ടുള്ള കുട്ടികളെ എന്താണ് ദുന്യവിയായിട്ടും അവർക്ക് പഠനത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. സെക്യുലർ സ്റ്റഡീസിൽ അവർ ലെറ്റ് ദം ബി ഹിഫാദ് ഹു ആർ ഡോക്ടേഴ്സ്, ലെറ്റ് ദം ബി ഹിഫാദ് ഹു ആർ എഞ്ചിനീയേഴ്സ്, ലെറ്റ് ദം ബി ഹിഫാദ് ഹു ആർ ലോയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില 8ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാത്ത കുട്ടികൾ, ഖുർആൻ മാത്രം മദാരിസുകൾ പഠിച്ചിരുന്ന കുട്ടികൾ ഹിഫ്ള് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് ABCD പഠിച്ച് തുടങ്ങി 10ാം ക്ലാസ് എക്സാം എഴുതുന്ന അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. അദ്ദേഹം പറയാണ്, ഹി വാസ് അസ്റ്റോണിഷ്ഡ്. എത്ര പെട്ടെന്നാണ് ഈ കുട്ടികൾ മെറ്റീരിയലും കണ്ടന്റുകളും കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഹി വാസ് അസ്റ്റോണിഷ്ഡ്. ഹി വാസ് റിയലി അസ്റ്റോണിഷ്ഡ്. ആ ഇൻ്റലിജൻസ് കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ചെറുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഇക്ക ഇസ്മീസ് ഹാദി റഷാദ്, അദ്ദേഹം കുലിയത്തുൽ ഹദീസ് ഡിഗ്രി കഴിഞ്ഞു മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. മാജിസ്റ്റർ ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഏകദേശം 10 കൊല്ലത്തോളം മദീനയിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തോട് ഖുർആനിലുള്ള ഒരു ആയത്ത് നമ്മൾ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും ഏത് സൂറത്താണ്, സൂറത്തിൻ്റെ നമ്പറാണ്, ആയത്ത് നമ്പർ എന്താണ്, ഉസ്മാനി സ്ക്രിപ്റ്റുള്ള മുസ്ഹഫിൽ എത്രാമത്തെ പേജ് നമ്പറാണെന്നുള്ള ഏകദേശം അദ്ദേഹം പറഞ്ഞു തരും. ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ്. Psychology, being a psychologist, it is astonishing. What kind of intelligence is that?
എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഈവൻ കമ്പയർ ടു ദി സ്റ്റാൻഡേർഡ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസസ് വി ഹാവ് ഇൻ സൈക്കോളജി. അത്ര കൂടുതൽ ഇൻ്റലിജൻസ്. ഞാൻ താരീഖ് പഠിക്കുന്ന സമയത്ത് ഓരോ സിവിലൈസേഷണൽ ഹിസ്റ്ററി അതിങ്ങനെ പഠിക്കുമ്പോൾ ഓരോ മലിക്കുകളുടെ പേര് അല്ലെങ്കിൽ ഓരോ ഖുലഫാകളുടെ പേര് ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരു 15-16 ഇങ്ങനെ എഴുതി ഞാനിങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ നോക്കുകയാണ്. സൈക്കോളജിയിൽ പറഞ്ഞാൽ നിമോണിക് ടെക്നിക്ക്, ഈ ടെക്നിക്ക്, ആ ടെക്നിക്ക് പറഞ്ഞിട്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനപ്പാടാക്കാൻ നോക്കുകയാണ്. എൻ്റെ കാക്ക നാട്ടിൽ വന്നിരുന്നു ആ സമയത്ത്. അദ്ദേഹം ഇങ്ങനെ സൈഡിലിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്താ പഠിക്കണത്? ഞാൻ ഈ സാധനമാണ് പഠിക്കണം. അന്ന് അദ്ദേഹം ഹാഫിളാണ്, അതിനനുസരിച്ച് പഠനമൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ്. ഞാനന്ന് ഐ തിങ്ക് ഐ വാസ് സ്റ്റഡിങ് ഇൻ +1 or +2. അങ്ങനെ പറഞ്ഞു ഞാനിതാണ് പഠിക്കുന്നത്. കാക്ക ഒരു ചാലഞ്ച്, ഈ ഒറ്റ പ്രാവശ്യം എനിക്ക് വായിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ പ്രാവശ്യം വായിച്ചു കൊടുത്തു. അതെങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിനുശേഷം ഇത് മൊത്തം അതേമാതിരി എനിക്കത് പറഞ്ഞു തന്നു. I was astonished. At the same time, ഈ ഇൽമുർ റിജാൽ പഠിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഹദീസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇൽമുർ റിജാൽ പഠിക്കാൻ ഭയങ്കര പണിയുള്ളൊരു സംഭവമല്ലേ? ഇറ്റ് ഈസ് എക്സ്ട്രീം, ഭയങ്കര ടഫായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഇൽമുർ റിജാൽ അതിലുള്ള ആളുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഹാബിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ചാബിലുള്ള ഈ ആളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ചാബിയുള്ള ഈ ആളെ പറ്റി ചോദിച്ചു, ഇങ്ങനെ കൃത്യമായിട്ട് ചാജിപീഡിയോട് ചോദിക്കണം പോലെ ഇങ്ങനെ പറഞ്ഞുതരും. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്. സനദുകൾ മൊത്തമായിട്ട് ഹിഫ്ളാക്കിയുള്ള കുറേ ആളുകൾ നിങ്ങൾക്ക് മൗരിറ്റാനിയയിലൊക്കെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ബിക്കോസ് they connected with the Quran. ഖുർആനുമായിട്ട് അവർ ചെറുപ്പത്തിലേ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അവസാനം ഒരു ടോപ്പിക് കൂടി സമയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം. എന്താണ് ഈ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ there were a lot of developments, scientific developments, social developments, economic developments. 1001 ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു കോൺഫറൻസ് ഉണ്ട്, എക്സിബിഷനാണ് ബേസിക്കലി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പണ്ട് കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ള ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും സുവോളജിയിലെയും ബോട്ടണിയിലെയും എംബ്രിയോളജിയിലെയും മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിലെയും എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെയുള്ള കാര്യങ്ങൾ അവരിങ്ങനെ പ്രദർശിപ്പിച്ച് കാണിച്ചു തരും. ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ്. കൗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് സൗദിയിൽ, വൺ ഓഫ് ദി ലീഡിങ് ടെക്നോളജി യൂണിവേഴ്സിറ്റീസ് ഇൻ ദ അറബ് വേൾഡ്. ഞാനവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു മത്ഹഫ് ഉണ്ട്, ദ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സയൻസ്. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അവരുടെ ഇൻവെൻഷൻസ് കണ്ടു കഴിഞ്ഞാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അവരതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഹൗ ഡിഡ് ദേ ഫൈൻഡ് ഇറ്റ്? അതിൻ്റെ ഒരു പഠനമുണ്ട്, ഡോക്ടർ മുഹമ്മദ് ഖലാൻ നടത്തിയിട്ടുള്ളതാണ്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അദ്ദേഹം പഠിച്ചു. ഈ പണ്ഡിതന്മാരൊക്കെ ഇത് കണ്ടെത്തിയിട്ടുള്ള അധികം ആളുകളും അവരൊക്കെ ശരിക്കും അവരുടെ കോമൺ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഹുഫാദുകളായിരുന്നു എന്നുള്ളതാണ്. There were people who memorize the Quran. ചെറുപ്പത്തിലെ ഖുർആൻ മെമ്മറൈസ് ചെയ്യുന്നു. ചെറുപ്പത്തിലെ ഖുർആൻ മെമ്മറൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം the memory capacity is going to be huge. Their cognitive faculties are going to be very strong. അവർക്ക് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. കാര്യങ്ങളെ കോംപ്രഹെൻഡ് ചെയ്യാനുള്ള പവർ വളരെ കൂടുതലായിരിക്കും. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി വിൽ ബി വെരി ഹ്യൂജ്. അത്രത്തോളം ബ്രെയിൻ പവർ അവർക്ക് കൂടുന്നുള്ളതാണ്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ലോകത്ത് ദുനിയാവിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും ഹയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയും? അത് ചെറുപ്പത്തിൽ അവരെ ഖുർആൻ പഠിപ്പിക്കലാണ്. ചില പാരൻസ് പറയും എൻ്റെ മോൻക്ക് എന്താണ് സ്കൂളുണ്ട്, മോന് സ്കൂളിൽ കുറേ പഠിക്കാനുണ്ട്. എവിടെ പഠിക്കണത്? 3ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും. 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് മോന് നേരെ എൻട്രൻസിന് വേണ്ടി ജോയിൻ ചെയ്യണം. നീറ്റ് പ്രിപ്പറേഷനാണ്. രാവിലെ ട്യൂഷന്, പിന്നെ സ്കൂള്, പിന്നെ ട്യൂഷൻ. അങ്ങനെ ദുന്യവിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ്. Don't be focused on the deen of your children. ചെറിയ കുട്ടികളാകുമ്പോൾ അതിൽ നിങ്ങൾ തീരെ ഫോക്കസ് കൊടുക്കരുന്നല്ലെന്ന് ഞാൻ പറയുന്നത്. വല ചെൻസാൻ നസീബക്കമിന് ദുനിയാവിൻ്റെ കാര്യങ്ങൾ മറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയ കുട്ടികളാകുമ്പോൾ അദബിലും അഖ്ലാഖിലും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനേറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഖുർആനുമായിട്ട് അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കണക്ട് ചെയ്യാം. There are few more points that I wanted to discuss. അത് ഇൻഷാ അല്ലാഹ് Q&A ഉള്ള സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം പാരൻറ്റിങ് ഇറ്റ്സ് എ ഹ്യൂജ് വേൾഡ്. അത് വേറെ തന്നെയുള്ളൊരു ലോകമാണ്. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് പാരൻസ് മേക്ക് ഇസ് ദേ എൻറ്റർ ഇൻ ടു പാരൻറ്റിങ് വിതൗട്ട് ട്രെയിനിങ്. ഞാൻ പറയാം, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് പഠിക്കും? എഞ്ചിനീയറിംഗ് പഠിക്കും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കും? മെഡിസിൻ പഠിക്കും. പാരൻറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പാരൻ്റൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ? ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് മച്ച് ബിഗർ ആൻഡ് മോർ കോംപ്ലക്സ് ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് ദൻ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ പുട്ട് ടുഗെദർ. അങ്ങനത്തെ ഒരു പണിയാണ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള ട്രെയിനിങ് എടുക്കാൻ മാക്സിമം നിങ്ങൾ തയ്യാറാവുക. ഓപ്പൺ ടു ഇറ്റ് ഇൻഷാ അല്ലാഹ് ആൻഡ് ട്രൈ ടു റീസെർച്ച് ആൻഡ് ലേൺ മോർ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മൾ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും
അത് മനഃപ്പാടമാക്കുവാനും അത് പഠിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Now it's time for Q&A, right? Wa alaikum assalam wa rahmatullahi wa barakatuh. All are welcome to ask your queries. Our dear audience, please come forward and ask any queries if you have. Don't miss this golden opportunity. ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് അത് ആരെ ജോലിയാണ്? പാരൻസിൻ്റെ ജോലിയാണ്. പക്ഷേ പാരൻസിൽ ആരെ ജോലിയാണ്? Both. നമ്മൾ PTA മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിലൊരു സ്കൂളിൽ ഐ വാസ് എ ഡെപ്യൂട്ടി ഡയറക്ടർ. PTA ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. കുറേ പെണ്ണുങ്ങളുണ്ടാവും അവിടെ, 2-3 ആണുങ്ങളുണ്ടാവും. ഒരു സൂയിസൈഡ് കേസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ഐ വാസ് ഇൻവോൾവ് വിത്ത് ദാറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മളവിടെ ഒരു അവെയർനെസ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വെച്ചാൽ ഹ്യൂജ് ഇഷ്യൂ, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് അവെയർനെസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമ്പോൾ ഞാനുണ്ട് ഓഡിയൻസിൽ കണ്ടപ്പോൾ മുഴുവൻ ഉമ്മമാർ അവസാനം അറ്റത്തിരിക്കുന്നൊരു മിസ്കീനുണ്ട്. അവനെ വന്നിട്ട് അവിടെ പെട്ടതാണോ എന്നുള്ളൊരു ഫീലിംഗ് വന്നു പോയി. സുബ്ഹാനല്ലാഹ്, അവന് മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പാവം. സുബ്ഹാനല്ലാഹ്, പാരൻറ്റിങ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ മദർ ഓൺലി ജോബ്. അത് ചില ആണുങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് 18 വയസ്സ് വരെ ആക്കുക എന്ന് പറയുന്നത് അതെന്താണ് ഫുള്ള് ആരെ പണിയാണ്? അത് ഉമ്മമാരെ പണിയാണെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഇഗ്നറൻസ്. പണ്ഡിതന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഷോക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാരൻറ്റിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് അല്ലാഹു വിൽ ക്വസ്റ്റ്യൻ യു അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി. ചോദ്യം ചെയ്യുന്നതാണ്. ഉമ്മമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അവർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കുറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുമ്പോൾ അത് എനിക്ക് ടൈം കിട്ടിയില്ല, എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് അത് ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് ഇത് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ കുട്ടികളുടെ അത്ര ബന്ധം വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് അക്സെപ്റ്റബിൾ. അപ്പോൾ കൃത്യമായിട്ട് ഫാദേഴ്സ് നീഡ് ടു ബി ഇൻവോൾവ് വിത്ത് പാരൻറ്റിങ്. ഞാനത് ഫെമിനിസ്റ്റ് ആയതുകൊണ്ടൊന്നല്ല പറയണ്ട. ഐ എം അഗെയിൻസ്റ്റ് ഫെമിനിസം. ഐ എം കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ഫെമിനിസം. ഫെമിനിസം ഈസ് എ സോഷ്യോളജിക്കൽ ക്യാൻസർ. പക്ഷേ എപ്പോൾ പറയുന്നത് ഇറ്റ്സ് വെരി ക്ലിയർലി ഇസ്ലാമിക് ആയിട്ട് നമ്മൾ പാരൻറ്റിങ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്നുള്ളത് വി നീഡ് ടു സ്റ്റഡി ദാറ്റ്. ആൻഡ് ദർ നീഡ്സ് ബി മോർ മെയിൽ കോൺട്രിബ്യൂഷൻ ആസ് വെൽ. അത് വീട്ടിൽ ഒരുമിച്ച്, അതായത് അടുക്കളയിൽ ആണ് നിൽക്കുന്നത് കുട്ടി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ഭർത്താവായിരുന്നു എന്നുള്ളത് നമ്മൾ ഹദീസ് നോക്കി കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. വീട്ടിലുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കാറുണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ കംപ്ലീറ്റ് കാറ്റഗറൈസേഷൻ. അദ്ദേഹത്തിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പുറത്ത്. എന്നിരുന്നാൽ പോലും വെൻ ഹി കംസ് ഹോം ഹി യൂസ് ടു സപ്പോർട്ട് ഹർ ആൻഡ് ഹി യൂസ് ടു ഡു വാട്ട് എവർ ഹി കുഡ്. സുബ്ഹാനല്ലാഹ്, അവരുടെ കുട്ടികൾ അതും കാണണം. അപ്പോൾ പാരൻറ്റിങ് ഒരു ടീം എഫേർട്ട് ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇഫ് ഇറ്റ് നീഡ്സ് ബി എ ടീം എഫേർട്ട്. നിങ്ങൾക്ക് നല്ല മാരേജ് ഉണ്ടാകണം. ഓൺലി പാരൻസ് ഹു ഹാവ് ഗുഡ് മാരേജ് ക്യാൻ ആക്ച്വലി റൈസ് ഗുഡ് ചിൽഡ്രൻ എന്ന് ഞാൻ പറയും. ജനറലൈസ് ചെയ്ത് പറയില്ല, ബട്ട് ദാറ്റ്സ് ദി കേസ്, ജനറൽ കേസ് സിനാരിയോ ദാറ്റ് വി ബേസിക്കലി സീ. ഇൻഷാല്ലാഹ് I'll give maybe 1 minute if there is any Q&A. If not, I think we can conclude inshallah. Barakallahu fikum. നല്ല ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫി ഖുർആൻ الكريم അല്ലാഹു ഖുർആനിൽ പറയുന്നു, بعد أقول أعوذ بالله من الشيطان الرجيم الرجال قوامون على النساء بما فضل الله بعضهم بعض. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ആണുങ്ങൾ എന്ന് പറയുന്നതാണ് ഖവാമാണ്, ഖിവാമത്താണ്. ഈ ഖിവാമത്തിൽ ആ ഹദീസിൻ്റെ ഷറഹ് നോക്കുകയാണെങ്കിൽ ഇബ്നു കസീറൊക്കെ പറയുന്നത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പെണ്ണിന് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ടു ടേക്ക് കെയർ ഓഫ് ഹർ, ടു പ്രൊവൈഡ് ഫോർ ഹർ, അത് ആണിന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ഞാനിവിടെ പറഞ്ഞത് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ജനറലി കാണുന്നൊരു സോഷ്യൽ സിനാരിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് കാറ്റഗറൈസേഷൻ ഓഫ് പാരൻറ്റിങ് ഒൺലി ഇൻ ടു ദി മദർ സൈഡ്. അതിനാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. അതായത് ഫാദർ അത്ര കൂടുതലൊരു എൻഗേജ്മെൻറ്റ് കുട്ടികളായി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കേസ് സിനാരിയോ ആണ് ഈ ഹസ്ബൻഡ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളുടെ കൂടെ തീരെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ദർ ഷുഡ് ബി എ ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് തിങ്. പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യണം. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ മീറ്റിങ്ങുകൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യല്ലോ, അതേമാതിരി വീട്ടിൽ കുട്ടികളുമായിട്ട് ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ള അത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് ഷെഡ്യൂൾ ചെയ്യണം. ഇറ്റ് നീഡ്സ് ടു ബി ഡൺ. സ്പെഷ്യലി നല്ല തിരക്കുള്ള ആളുകളാണെങ്കിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ ഉമ്മമാർ ചെയ്യണ പോലെ ചെയ്യണമെന്നില്ല.
ഉമ്മമാർ ചെയ്യണ പോലെ ചെയ്യണമെന്നില്ല. ഓരോ ആളുകൾക്കും ഇപ്പോൾ സോഷ്യൽ റോൾസ് ഉണ്ട് ഇസ്ലാമിൽ. സോഷ്യൽ റോൾസ് ആർ ജെൻഡർ സെഗ്രിഗേറ്റഡ് ആണ്. ലിബറലിസം പറയുന്നത് പോലെ മെൻ ആർ ഫുള്ളി ഈക്വൽ ടു വുമൺ എന്നുള്ളത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. വുമൺ ഹാവ് ദെയർ ഓൺ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പിറേഷൻസ്, അറ്റ് ദ സെയിം ടൈം മെൻ ഓൾസോ ഹാവ് ദാറ്റ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഉമ്മക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്നത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈക്വാലിറ്റി വേണമെന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ക്യാൻ യു ഡു ദാറ്റ്? യു കാൻ ഡു ദാറ്റ്. ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അള്ളാഹു നിങ്ങൾ അതിൻ്റെ പേര് ചോദ്യം ചെയ്യുമോ? ഒരിക്കലും ചോദ്യം ചെയ്യില്ല. കുട്ടികളായിട്ട് പ്രഗ്നൻ്റ് ആവുക എന്നുള്ളത് ഖുർആനിൽ വഹനൻ അല വഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രയാസത്തിന്മേൽ പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ എന്നിട്ട് നാളെ പറയാണ് ഇതാണ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള മേ ബി ദേ മൈറ്റ് സേ, ഒരു ഫെമിനിസ്റ്റ് പറയുകയാണ് ഞാൻ കുട്ടിയെ കുറേ ഗർഭം ചുമന്നു, ഞാൻ കുറേ എന്താണ് പ്രയാസപ്പെട്ടു, ഈക്വലാക്കാൻ വേണ്ടി നിങ്ങൾ കുട്ടിയാണ് 9 മാസങ്ങൾ തലകയറ്റി നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പ്രാക്ടിക്കൽ? അത് അങ്ങനത്തെ ഒരു ഈക്വാലിറ്റി അല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദ കൈൻഡ് ഓഫ് ഈക്വാലിറ്റി തന്നെ സ്പീക്കിംഗ് അബൌട്ട്. പക്ഷെ നിങ്ങളൊരു റോളുണ്ട്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഫാദർ ഫിഗർ ഉണ്ടാവണം. ദർ ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫാദർലെസ് അമേരിക്ക എന്നാണ്. അവിടെ അത്രത്തോളം സിനാ കേസുകൾ നടന്നിട്ട് ദർ ആർ ലോട്ട് ഓഫ് ചിൽഡ്രൻ ഹു ഗ്രോ അപ്പ് വിത്തൗട്ട് എ ഫാദർ. എന്നിട്ട് അതിൽ ജുവനൈൽ ക്രൈമിൻ്റെ ഒരു റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ജുവനൈൽ ക്രൈം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ക്രിമിനൽ ബിഹേവിയർ. അവർ പറയുന്നത് ഫാദർ ഫിഗർ ഇല്ലെങ്കിൽ, കുട്ടിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഇറ്റ് ക്യാൻ ലീഡ് ടു ക്രിമിനൽ ആക്ടിവിറ്റി. It can lead to criminal activity. It leads to an increase of criminal activity in young children. Subhanallah. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉമ്മയെ പോലെ എപ്പോഴും കുട്ടിയുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതല്ല. ബട്ട് ഇറ്റ് നീഡ്സ് ബി കാറ്റഗറൈസ്ഡ്. ഞാനൊരു ഫാദർ എന്ന നിലക്ക് വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ചിൽഡ്രൻ, എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടത്, അതിൽ ഇസ്ലാമിക ഒരു തല നമ്മൾ പഠിക്കാം. അറ്റ് ദ സെയിം ടൈം ആം ഐ ദെയർ ആസ് എ റോൾ മോഡൽ ഫോർ മൈ ചൈൽഡ് വെൻ ഐ എം വർക്കിംഗ് 24/7 in my business? No, it is not possible. അപ്പോൾ ബിസിനസ്സിന് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അത് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകും. അതായത് നമ്മൾ പുറത്ത് പോയി പണിയെടുക്കുന്നത് തന്നെ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അതിനുള്ള പ്രതിഫലം എന്തായാലും അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടാകും. പക്ഷേ കംപ്ലീറ്റ്ലി റിജക്റ്റിംഗ് ദ റോൾ ഓഫ് ദ ഫാദർ ഫിസിക്കലി ഇൻ ടേംസ് ഓഫ് ബീങ് പ്രസൻറ്റ് വിത്ത് ദ ചിൽഡ്രൻ, ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ഷുഡ് ഹാവ് ഇൻ അവർ പാരൻറ്റിങ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സ്ത്രീകൾക്ക് അവരുടെ റോളുണ്ട്, ഫാദേഴ്സിന് അവരുടെ റോളുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ A to Z വിത്ത് റിഗാർഡ്സ് ടു റേസിംഗ് ദ ചിൽഡ്രൻ, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ ഇസ്ലാം. അതിൽ ആണിനും പെണ്ണിനും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. ഈ റോളുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് we see that it's a team effort and we see the children growing up beautifully. Hope that answers the question, inshallah. One more question. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Assalamu alaikum. ഞാനിത വെർച്വൽ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബർനാമിജുൽ അമൽ ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കൾ പഠിക്കുന്ന സെക്ഷൻ്റെ ഹെഡ് ഓഫ് സെക്ഷനാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഫാദർ അല്ലെങ്കിൽ മദർ എന്ന് ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുന്നില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പം ഒന്നുകിൽ ഫാദർ ആയിരിക്കും അല്ലെങ്കിൽ മദർ ആയിരിക്കും. നല്ല ദീനിപരമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് പോകുന്നവരുണ്ടാവും. അതേസമയം ഓപ്പോസിറ്റ് അത്രത്തോളം ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ എന്താ പറയുക ദുനിയാവിയായിട്ട് നടക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അധികവും കാണുക എന്താണെന്ന് വെച്ചാൽ ആ ഒരു കളർഫുൾ ലോകത്തേക്കാണ് മക്കളുടെ ചായ്വ്. മീൻസ് എത്രത്തോളം ദീനി ഉമ്മയായാലും അല്ലെങ്കിൽ ഉപ്പയായാലും ആ ഒരു ഭാഗത്തേക്ക് അവർക്ക് അടുക്കാൻ കുറച്ചൊരു പ്രയാസം. അതേസമയം മറ്റേ സൈഡിലേക്ക് അവർ പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു ദീനി ഇതിലേക്ക് നമ്മൾ എങ്ങനെ മക്കളെ കൊണ്ടുവരണം എന്നുള്ളത്. നല്ല ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അതായത് ഒരു നിങ്ങൾ കാണുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഒന്നെങ്കിൽ ആണായിരിക്കും കൂടുതൽ ദീൻ അല്ലെങ്കിൽ പെണ്ണായിരിക്കും കൂടുതൽ ദീൻ. ശരിക്കും കല്യാണം കഴിക്കേണ്ട സമയത്ത് സൂക്ഷിക്കേണ്ട സംഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് തുൻകിഹുൽ മർഅ ലി അർബഇ മാലിഹ വലി ജമാലിഹ വലി ഹസ്ബിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാക്. കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ള ആളുകളെ സൂക്ഷിച്ചിട്ട് തന്നെ കല്യാണം കഴിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ദർ മൈറ്റ് ബി സിറ്റുവേഷൻസ്. നിങ്ങൾ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ വരാൻ ലേറ്റ് ആകാനുള്ള കാരണത്തിൽ ഒന്നതാണ്, ദ കൗൺസിലിംഗ് കേസ് വാസ് എക്സാക്ട്ലി ഓൺ ദിസ്. സുബ്ഹാനല്ലാഹ്. അതായത് ഫാദർ എന്ന് പറയുന്നത് കുറച്ച് അടിച്ചുപൊളി ടൈപ്പാണ്. ഉമ്മ എന്ന് പറയുന്നത് ഭയങ്കര ദീനിയാണ്. ഉപ്പക്ക് കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താണ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഉമ്മക്ക് അത് ആഗ്രഹമില്ല. കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്തായിരിക്കും പറയാം? എന്തായിരിക്കും പറയാം? ഹീ വുഡ് വാണ്ട് ടു സെൽ. കാരണം എന്താണ്, ഉപ്പയുടെ ലൈഫിൽ ഇങ്ങനെ അടിച്ച് പൊളി കളറ് സാധനം കാണുന്നുണ്ടാവും. അത് യൂഷ്വലി ചിൽഡ്രൻ ആർ അട്രാക്റ്റഡ് ടു തിങ്സ് ദാറ്റ് ആർ ബ്യൂട്ടിഫുൾ. അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ബ്യൂട്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ചില സന്ദർഭം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോകും. നമ്മുടെ നാട്ടിൽ ക്രിസ്മസും ഓണൊക്കെ കുട്ടികളിങ്ങനെ ഭയങ്കര കളറാക്കി ആഘോഷിക്കുന്നത് കാണും. ചിലപ്പോൾ മുസ്ലിം ലിബറൽ വീടുകളിൽ തന്നെ എല്ലാ സാധനവും എന്താണ് സെക്യുലറിസം ആണല്ലോ, അപ്പോൾ എല്ലാം സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. അതിൽ ക്രിസ്മസ് ഉണ്ടാവും, ഓണം ഉണ്ടാവും. പക്ഷേ ഈദിൻ്റെ ദിവസം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാണുക?
ഒരു ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് ആകെയുള്ള സന്തോഷം എന്നുള്ളത് കുറച്ച് ബിരിയാണി തിന്ന്, എന്നിട്ട് എന്താണ് പിന്നെ ആഘോഷങ്ങളൊന്നുമില്ല, പിന്നെ അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുക, ഒരു അസർ വരെ ഉറങ്ങുക, എണീക്കുക, എന്നിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പോകും. പക്ഷെ അതല്ലാതെ ആളുകൾ എന്താണ് ഒരു ബ്രേക്ക് ഡേ പോലെ എന്താണ് ഇങ്ങനെ കുറച്ച് ഉറങ്ങാനും പിന്നെ കുറച്ച് ആൾക്കാരോട് സലാം പറയാനും, അത് മാത്രമാണ് ഈദ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈദ് ഇറ്റ്സ് ആക്ച്വലി സംതിങ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമിൻ്റെ ബ്യൂട്ടി പോലെ പറഞ്ഞു കൊടുക്കുക, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഡ്രൈ സാധനം ആവേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ് ഡസൻ നീഡ് ടു ബി. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് വെരി പവർഫുൾ, ഇറ്റ് ക്യാൻ ബി മെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കുറേ യാത്ര ചെയ്യാറുണ്ട്. അത് ഈജിപ്തിലാണെങ്കിലും ജോർദനിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും. ഐ ഹവ് കവർഡ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് GCC. പക്ഷെ ഇതിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് ഈ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷെയ്ഖ് വരും, ഷെയ്ഖ് ഒന്ന് ചിരിക്കലും മുമ്പ് ചിരിക്കാൻ പാടില്ല, ഭയങ്കര സീരിയസ് ആയിട്ട്. ഒരു കുട്ടി അഥവാ ചിരിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റാം, അങ്ങനെ ഉണ്ട്. ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, പക്ഷെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഹെഫ്ള് കഴിഞ്ഞ് പറഞ്ഞു വന്നതാണ്. അവന് ഖുർആൻ പഠിക്കുമ്പോൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ സാറാണ്, അവരെയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കേരളത്തിൽ നിന്നിട്ടും അദ്ദേഹം എങ്ങനെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു തെറ്റ് പറ്റി. അപ്പോൾ അവൻ്റെ തല പിടിച്ചിട്ട് നാശം കടിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ അവന് ഖുർആനെ വെറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെ കുറ്റം പറയേണ്ടത്? ഓനെയാണ് കുറ്റം പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് ഇറ്റ് ക്യാൻ ബി ടോട്ട് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. ക്ലാസ് റൂംസ് മാക്സിമം കളർഫുള്ളാക്കി മാറ്റുക. മേക്ക് ഇറ്റ് ആസ് കളർഫുൾ ആസ് പോസിബിൾ. ഞാൻ 3rd ഇയർ സൈക്കോളജി ഡിസർട്ടേഷൻ ചെയ്തിട്ടുള്ളത് ക്ലാസ് റൂം ഡൈനാമിക്സ് എന്നുള്ള വിഷയത്തിലാണ്. ക്ലാസ് റൂം ഡൈനാമിക്സ്, അതായത് അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഓഫ്ലൈൻ തുടങ്ങുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റഡി ഇറ്റ്. ഒരു ക്ലാസ് എങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ളത് അതിൻ്റെ പഠനശാഖകളുണ്ട്. അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് പഠിക്കുന്ന റിസർച്ചുകളുണ്ട്. മേക്ക് ഇറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പോസിബിൾ, മേക്ക് ഇറ്റ് ആസ് കളർഫുൾ ആസ് പോസിബിൾ. ഒരു കുട്ടി ഖുർആൻ്റെ പഠിക്കാനുള്ള ഈ ഓൺലൈൻ ആണെങ്കിൽ പോലും കയറി കഴിഞ്ഞാൽ മേക്ക് ഹിം ഫീൽ അപ്രീഷിയേറ്റഡ്. അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ അവിടെ മദീന പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഷെയ്ഖിൻ്റെ ക്ലാസ് ഭയങ്കര വ്യത്യാസമാണ്. ക്ലാസ് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ ക്ലാസ് കയറുന്നതിന് വരും നമ്മൾ ഷെയ്ഖിന് വിടാതെ സലാം കൊടുക്കും. അസ്സലാമു അലൈക്കും, കൈഫൽ ഹാൽ, ഷെയ്ഖ് ബാറക്, ഷ്ലൂനക്, ക്വൈസിൻ്റെ ഒക്കെ ചോദിച്ചാൽ ഷെയ്ഖ് അങ്ങനെ നമ്മളൊരു ബന്ധമായിരിക്കും. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ആ ഒരു ബന്ധം നമ്മൾ കുട്ടികളായി ഉണ്ടാക്കുക. മേക്ക് ഇറ്റ് ആസ് കളർഫുൾ ആസ് പോസിബിൾ. ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂം ആണെങ്കിലും അതിൽ ബലൂണുകൾ ഉണ്ടാവില്ല, ഹറാമാണോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സ്ഥാപനത്തിൽ പോയപ്പോൾ അതിൻ്റെ അഡ്മിൻ ബോർഡിലുള്ള ആളുകൾ, മാനേജ്മെൻറ്റ് ബോർഡിലുള്ള ആളുകളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ സെയിം പോയിന്റ് പറഞ്ഞു. പക്ഷെ അംഗീകരിക്കാൻ പറ്റണില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തജ്ദീദോട് കൂടി പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അഖ്വാലുകളൊക്കെ എടുത്ത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലാസ് റൂമിൽ ബലൂൺസൊക്കെ ഉണ്ടായിക്കട്ടെ, ഒരു അസ്തഗ്ഫിറുല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് യു ഡോണ്ട് നീഡ് ടു മേക്ക് റിലിജൻ റിജിഡ്. അത് റിജിഡാക്കി കുറേ കുട്ടികളെന്താണ് ഹറാമു ഹലാലും ഹറാമു ഹലാലും ഹറാമു ഹലാലും അത് മാത്രം പഠിപ്പിക്കാതെ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ ബ്യൂട്ടി. ഒരു ഈമാൻ്റെ ബ്യൂട്ടി ഉണ്ട്. സ്വഹാബ് മദീനയിലാണ്. ഫിഖ് നമ്മൾ പഠിക്കുമ്പോൾ ഫിഖിലെ റൂളിങ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മദനി കാലഘട്ടത്തിലാണ്. മക്കയിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് എന്തിലായിരുന്നു? അഖീദയിലായിരുന്നു, തൗഹീദ് പഠിപ്പിക്കുക. അതാണ് സ്വഹാബത്ത് പറഞ്ഞത് തഅല്ലംനൽ ഈമാൻ. നമ്മൾ ആദ്യം ഈമാൻ പഠിച്ചു, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചത്. ടു കൺക്ലൂഡ്, വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് മേക്ക് ഇറ്റ് ആസ് കളർഫുൾ ആസ് പോസിബിൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാകുമെന്ത്, അപ്പുറത്തുള്ള കളറിനെക്കാളും കൂടുതൽ ഇവിടെ കളർ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് അപ്പുറത്തുള്ള കളറിനെക്കാളും കൂടുതൽ ചിലപ്പോൾ കൂട്ടാൻ കഴിഞ്ഞോളുന്നില്ല. 4ാം ക്ലാസ്സിൽ എന്താണ് DJ പാർട്ടിയും എന്താണ് കുറേ ലൈറ്റ് ബൾബുകളും എല്ലാ കുട്ടികൾക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ എവർ ടോളറേറ്റ്. ഹറാമാണ്. ഹറാമിൻ്റെ ബൗണ്ടറി വരച്ച് വെക്കണം. അപ്പോൾ അവിടെ കുട്ടി കൊടുക്കാനുള്ളത് പ്രോപ്പർ അവയർനെസ് ആണ്. പിന്നെ ചെയ്യാനുള്ളത് അവർക്ക് മാരിറ്റൽ കൗൺസിലിംഗ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈ ആണിനും ഹി ഗെറ്റ്സ് പ്രോപ്പർ റിലീജിയസ് അവയർനെസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾ മാറും. ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു കൊടുക്കുന്ന സംഭവമാണ്. നിരന്തരം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഹോപ്പ് ഇറ്റ് ആൻസേഴ്സ് യുവർ ക്വസ്റ്റ്യൻ. Jazakumullah khair. The final question is from here. Sir. Assalamu alaikum warahmatullah. So I have one query over here. Yeah. So actually, as you mentioned, father figure plays a vital role in upbringing children. Right, so I had the same query, same like the previous question, but what I'm asking is, there are many women in this world, especially in the current generation, like for example single mothers. So in their case, if the mother is deeni, if the mother is following the Islamic way, she'll be doing her job, she'll be trying to do her job in a best way so that the child will stick on to the deen and will grow up in such a way, in a good way.
So I just want to know your view. So what's your view on that? Also, not single mothers in the sense maybe husband might have died or divorcees. Any can apply here. And also one more thing, like just like the previous question, if a father is present or if mother is present, if any one of the spouse is not dini, and it will ultimately affect the children, right? So it will like, it's unimaginable like what the child will go through in his or her mind. So how can we overcome that? Because definitely whatever we say, as you said in your speech, observing what the kids are observing is what they are learning. So if the kids are observing both, either like deen and also the other way, definitely it's gonna give the confusion way only, because it's gonna become a complicated way. So how can we resolve this, sir? All right. To summarize the question, the first question is about single motherhood. Yes. Some of the best men in history were raised by single mothers. The Prophet ﷺ was raised by who? Amina. She was a single mother. Imam Abu Hanifയുടെ ജീവൻ നോക്കിക്കഴിഞ്ഞാലും ഇമാം മാലിക്കിൻ്റെ ജീവൻ നോക്കിക്കഴിഞ്ഞാലും ഇമാം മാലിക്കിൻ്റെ ഉമ്മ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇമാം മാലിക്കിനെ ഇമാം മാലിക്കാക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉമ്മ എന്ന് പറയുന്ന ഫിഗർ, ദ റോൾ ഷീ പ്ലേഡ്. നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിൽ ഫാദർ ഫിഗറിനെ പറ്റി അത്ര ഡാറ്റ കാണാൻ കഴിയില്ല. മദർ ഫിഗറിനെ പറ്റി ഇമാം ഷാഫിഈയുടെ ലൈഫിലൊക്കെ ഭയങ്കര ഡാറ്റ നമുക്ക് കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, സിമിലർ കേസ് സിനാരിയോ. So some of the best men in history were raised by single mothers. But that is not easy. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ട്, എസ്പെഷ്യലി ഇഫ് ദേ ആർ യങ് ബോയ്സ്. കാരണം അവർക്ക് ഫാദർ റോൾ ഫിഗറിൻ്റെ മോഡൽ എന്നുള്ളത് അതിനൊരു ആൾട്ടർനേറ്റീവ് പോലും കണ്ടെത്തേണ്ടി വരും. യുനോ എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ആർ ഗോയിങ് ടു ഗോ. ഇപ്പം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ബിക്കോസ് എ ഫാദർ ഈസ് നോട്ട് ദെയർ, ഇറ്റ് ഡസൻറ്റ് നെസസറിലി മീൻ ദാറ്റ് ദ ചിൽഡ്രൻ ആർ ഗോയിങ് ടു ബിക്കം സ്പോയിൽഡ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. It is possible for a mother to suffice for both of the roles. ഫാദേഴ്സിൻ്റെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ഇഷ്യൂലൊക്കെ, അല്ലെങ്കിൽ ഉമ്മ വിട്ടേച്ച് പോയതുള്ള കുറേ ഇഷ്യൂസൊക്കെ ഞാൻ കൗൺസിലിംഗ് കേസിൽ കാണുമ്പോൾ അതിൽ ഐ ഹാവ് സീൻ ദ ഫാദർ ഡൂയിങ് ബോത്ത് ദ ജോബ്സ് റിയലി വെൽ. പക്ഷെ അതെന്നുള്ളത് അദ്ദേഹം അത്രയും പരിശ്രമിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ആൻ ഐഡിയൽ മോഡൽ ഈസ് വെർ ഇൻ വിച്ച് ബോത്ത് ദി മദർ ആൻഡ് ഫാദർ ഇസ് ടുഗദർ വർക്കിംഗ് ആസ് എ ടീം. അതല്ലാതെ സിംഗിൾ മദേഴ്സ്, ഇഫ് യു യൂസ് പ്രോപ്പർ ടെക്നീക്സ് ഓഫ് ചൈൽഡ് റിയറിംഗ് ആൻഡ് ചൈൽഡ് റേസിംഗ്, തെറബിയത്ത് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട അവയർനെസ്സുകൾ ഉണ്ടാക്കി അത് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ വീട്ടിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു റേസ് ഗുഡ് ചിൽഡ്രൻ. ദർ ഇസ് നോ ഡൗട്ട് വിത്ത് റിഗാർഡ്സ് ടു ഇറ്റ്. ഹോപ്പ് ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? It was like a complicated atmosphere which we are creating by the both mom and dad. Like one is following deen and the other one is not following. All right, so it's connected to the earlier question. അതായത് വീട്ടിലൊരു അവസ്ഥ ആണ് നന്നായിട്ട് ദീൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നിങ്ങളുടെ കേസിൽ, നിങ്ങൾ പറഞ്ഞ എക്സാമ്പിളിൽ? I'm just generally asking on behalf of our beloved. Okay, so it's not a specific case? No. All right. So imagine that in this specific case scenario, the husband is very practicing and the wife is not practicing. അങ്ങനെയുള്ള വിഷയങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് രണ്ടാളും ചിലപ്പോൾ ജാഹിലിയത്തിലായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം കുറേ കഴിഞ്ഞ ഒരാൾക്ക് എന്താണ് ദീനിബോധം ഉണ്ടായി. ദീനിബോധം ഉണ്ടാകുമ്പോൾ അവരുടെ ആസ്പിറേഷൻസ് ആർ ഗോയിങ് ടു ബി ഓറിയൻറ്റഡ് ടുവേർഡ്സ്. കാരണം ദീൻ എന്നുള്ളത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഡീപ്പ്. ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. ഇറ്റ് ടച്ചസ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ കുട്ടിക്ക് തെർബിയത്ത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്പർ വൺ വി ഗിവ് ദി തെർബിയ ബേസ്ഡ് ഓൺ ദ ദീൻ. അതിൽ ഹസ്ബൻഡ് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇവിടെ വൈഫിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പോലെ ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിഷയം, അല്ലെങ്കിൽ സ്കൂളിൽ ഈ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ടൂർ പോകുക, അത് അലൗഡാണ് ഇസ്ലാമിൽ? ഇറ്റ്സ് നോട്ട് ഇഖ്തിലാത്ത് ബൈനൽ ജിൻസൈൻ ഹറാം ബിദൂനി ശക്ക്. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഫ്രീ മിക്സിംഗ് ബിറ്റ്വീൻ ദ ജെൻസ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ലിബറൽ വാല്യൂസ് ഫോളോ ചെയ്യുന്ന നോൺ പ്രാക്ടീസിങ് ആയിട്ടുള്ള മുസ്ലിംസ് ഉണ്ടെങ്കിൽ വാട്ട് വി നീഡ് ടു ഡു ഇസ് ഒന്ന് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഹസ്ബൻഡിന് കൊടുക്കേണ്ടതുണ്ട്, അത് ഈ കേസിൽ വൈഫിന് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ കോൺഫ്ലിക്റ്റുകൾ എന്തായാലും ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റുകൾ ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് ഹിക്മ. കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നത്, ഡു യു തിങ്ക് ദാറ്റ് ഈസ് എ സൊല്യൂഷൻ? ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. കാരണം കുട്ടികൾ കോൺഫ്ലിക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദെയർ ഇൻ ദെയർ മൈൻഡ്. ഞാൻ ചില പാരൻസിനോട് പറയാറുണ്ട്, ഇപ്പം ഇവിടെയുള്ള എല്ലാ ആളുകളും മോസ്റ്റ് ഓഫ് യു ആർ മാരീഡ് അല്ലേ? ഹൗ മെനി ഓഫ് യു മാരീഡ്? റേസ് യുവർ ഹാൻഡ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു ആർ മാരീഡ്. ഈസ് യുവർ മാരേജ് പെർഫെക്റ്റ്? നിങ്ങളുടെ മാരേജ് പെർഫെക്റ്റ് ആണോ? ഒരു വാക്കുതർക്കവും ഇല്ലാതെ, ഒരു ഫ്രിക്ഷനും ഇല്ലാതെ, അങ്ങനെയാണോ? അങ്ങനെയുള്ള മാരേജസ് ഉണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്.
നിങ്ങൾക്കൊരു അവാർഡൊക്കെ തരായിരുന്നു സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ മാരേജൊന്നും ഇല്ല. ഐ എം ഓൾസോ എ മാരീഡ് പേഴ്സൺ, പെർഫെക്റ്റ് മാരേജ്. ഞാൻ മാരേജിന് മുന്നേ ഐ ഹവ് ഡൺ 4 years. ഞാൻ 4 കൊല്ലം മുന്നെയാണ് മാരിറ്റൽ കൗൺസിലിംഗിൽ ലൈസൻസ് എടുത്തിട്ടുള്ളത്. മാരിറ്റൽ സൈക്കോളജിയുടെ കോഴ്സ് കഴിഞ്ഞു. 4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഐ എം ഡൂയിങ് മാരിറ്റൽ കൗൺസിലിംഗ് കേസസ്. ഐ നോ ദി ഡിഫറെൻറ്റ് ഡൈനാമിക്സ് ഓഫ് മാരേജ്. എന്നിട്ടും ഞാൻ പറയാം ഐ എം നോട്ട് ഫുള്ളി പ്രിപ്പയർഡ് ഫോർ മാരേജ്. അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദിസ് ഗോൺ ബി ഫ്രിക്ഷൻ. അവിടെയും ഇവിടെയൊക്കെ ഫ്രിക്ഷൻ അവിടെ ഇവിടെ ഉണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാരേജിൽ വാസ് ഇറ്റ് പെർഫെക്റ്റ്? വാസ് ഇറ്റ് പെർഫെക്റ്റ്? അത് നബി ഒരിക്കലും കുറച്ച് കാണല്ലോ കേട്ടോ, ഒരിക്കലല്ല. നബി മഅസൂമാണ്. ദി പ്രോഫറ്റ് വാസ് പെർഫെക്റ്റ് ബട്ട് ഹി വാസ് മാരിഡ് ടു ഇംപെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൈകാര്യം ചെയ്തത്? എങ്ങനെയായിരുന്നു? ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. അത് നിങ്ങളെ എക്സാമ്പിളായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഇമാജിൻ നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, സമൂഹത്തിൽ ഭയങ്കര വിലയുള്ള ഒരാളാണ്. നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താണ്, പുറത്തുനിന്ന് ഒരാൾ ഒരു ഭക്ഷണമായിട്ട്, നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ഭക്ഷണമായിട്ട് ഇങ്ങനെ പാത്രത്തളികളിൽ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഡോറ് തുറന്നു, നിങ്ങളിങ്ങനെ കണ്ടു, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ നിങ്ങളെ വൈഫ് വന്നിട്ട് ആ ആളുടെ മുന്നിൽ വെച്ചിട്ട് പാത്രം എടുത്ത് നിലത്തടിച്ച് പൊട്ടിക്കാണ്. ഹൗ വുഡ് യു ഡീൽ വിത്ത് ദാറ്റ്? How would you deal with that? മോളെ സാരമില്ല കേട്ടോ, ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിത്തരാം. എനിക്ക് കുറച്ച് ചൂടായി കൊണ്ടാണല്ലേ, പ്രശ്നമില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം കേട്ടോ. അപ്പോൾ എന്നാണോ പറയാ? ഒരിക്കൽ ചെയ്തിട്ടത്. എനിവേ ഞാൻ പറയുന്നത് ആ സന്ദർഭത്തിൽ the way Prophet dealt with this is very beautiful. നമ്മളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കരണക്കുറ്റിക്കടിച്ച് പൊട്ടിക്കലും ചള്ളക്കടിച്ച് പൊട്ടിക്കലും അങ്ങനെ കുറേ പൊട്ടിക്കലും അത്ര വേർബലായിട്ട് അസോൾട്ടുകളാണ്. അവളെ ഉപ്പനെ പറയും, ഉപ്പൻ്റെ വല്യാപ്പനെ പറയും. അവരൊക്കെ മരിച്ചു പോയിണ്ടാവും, ആഖിറത്തിൽ എത്തിയിട്ടുണ്ടവരൊക്കെ. അവരൊക്കെ എല്ലാവരും പറയും ആരാണ് എനിക്ക് തർബിയത്ത് തന്നത്, എവിടുന്നാണ് ഈ അഖ്ലാഖ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല അമ്മേനും കുറേ ആക്രോശിക്കും, എന്നൊക്കെ കുറേ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സെയിം കേസ് സിനാരിയാണ്, ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ലോങ് ഹദീഥാണിത്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുഞ്ചിരിച്ചു. എന്നിട്ട് ആ വന്ന ആളോട് പറഞ്ഞു, നിൻ്റെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീനാണ്, നിൻ്റെ ഉമ്മ ഷീസ് ജസ്റ്റ് ജലസ്. കാരണം ഇത് വന്നിട്ടുള്ളത് വേറൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളൊരു ഭക്ഷണമാണ്. അത്ര ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവിടെ കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ അടിച്ചമർത്തുന്ന ആ രീതിയിലൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതി കോൺഫ്ലിക്റ്റിൽ വേണം. കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, വാട്ട് ഐ വാസ് ട്രൈയിങ് ടു സേ ഈസ് കോൺഫ്ലിക്റ്റ് ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ നിന്നാകരുത്. പിന്നെ ഹസ്ബൻഡിനെ എന്താണ്, ഇപ്പം ഇമാജിൻ ദിസ് കേസ് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കേസാണ്. വൈഫ് ഈസ് വെരി പ്രാക്ടീസിങ്, ഹസ്ബൻഡ് ഈസ് നോട്ട് പ്രാക്ടീസിങ്. അത് ഭയങ്കര മറ്റേതിനേക്കാൾ കൂടുതൽ ഇതാണ് ശരിക്കും കോമൺ ആയിട്ടുള്ളത്, ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. ഓൾറൈറ്റ്, ഇതിൽ ഹസ്ബൻഡിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയെന്നുള്ളത് യു നീഡ് ടു സ്റ്റഡി ഇറ്റ്. മെയിൽ സൈക്കോളജി ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഫീമെയിൽ സൈക്കോളജി. ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ വൈഫ്, നിങ്ങൾ ഇമാജിൻ യു ആർ ഹാവിങ് സം ബാഡ് ബിഹേവിയർ, നിങ്ങളെ വൈഫ് അതിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നന്നാവോ? നന്നാവൂല. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നന്നാവില്ല. ക്രിട്ടിസൈസിങ്ങിലാണ് വേണ്ടത്, ബ്യൂട്ടിഫുൾ അഡ്വൈസിങ് ആണ് ശരിക്കും വേണ്ടത്. ഹിക്മത്തോട് കൂടിയിട്ടും മൗഇദത്തുൽ ഹസന, ഏറ്റവും നല്ല അദബിലും അഖ്ലാഖിലും. ഷോ ഹിം ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം ത്രൂ യു. എന്നിട്ട് സ്ലോലി ആളെ ചേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രൈമറി സൊല്യൂഷൻ. അത് നിരന്തരം തുടർന്ന് പോകുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ പ്രൈമറി സൊല്യൂഷൻ. അല്ലാതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ കൂടുതൽ യു ഷുഡ് ബി ഇൻഫ്ലുവൻസിങ്, അറ്റ് ദ സെയിം ടൈം മേക്ക് ഇസ്ലാം സീയിങ് മോർ കളർഫുൾ ടു ദം. ഇതാണ് ശരിക്കും അതിനുള്ള ഒരു പാത എന്ന് പറയുന്നത്. Jazakumullah khair. If time permits, we have one more question. We'll take one last question, inshallah. Okay. സാർ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന സമയത്ത് തല്ലി പഠിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഇപ്പോൾ സ്കൂൾ സെറ്റിങ്ങിലൊക്കെ അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ലേണിങ്ങിനെ ഭയങ്കര ബാക്ക്വേർഡ്നെസ് കാണുന്ന സമയത്ത് വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ സാർ മെൻഷൻ ചെയ്ത പോലെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിലുള്ള ക്വാറൽ, അത് കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാവുന്ന സമയത്തും, അത് മാത്രമല്ല ഈ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർ റോളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് എല്ലാ ഫ്രസ്ട്രേഷനും കുട്ടികളെ ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ അടിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക. അപ്പോൾ ഇതെല്ലാം അതിന് ഈ ലേണിംഗ് എന്നുള്ളൊരു ആസ്പെക്ട്, ഇപ്പോൾ ഖുർആൻ ആയിക്കോട്ടെ ലൈക്ക് സ്കൂൾ സബ്ജക്ട്സ് ആയിക്കോട്ടെ, അപ്പോൾ അതുകൂടെ ഐ നോ ഇറ്റ്സ് എ വെരി വൈഡ് ടോപ്പിക്, ബട്ട് ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും.
ഓൾറൈറ്റ്, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുട്ടികളെ അടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചില സമയത്ത് കുട്ടികളെ അടിക്കുക, ഇറ്റ് മേ നോട്ട് ബി ഫോർ ദ റൈറ്റ് റീസൺ. ഞാൻ എക്സാമ്പിൾ പറയും. സൈക്കോളജിയിൽ ഈ പ്രൊജക്ഷൻ ആൻഡ് വെന്റിലേഷൻ എന്ന് പറയുന്ന 2 തിയറീസ് ഉണ്ട്. ഇറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തിയറീസ് എന്ന് പറയുന്നത്. ഹസ്ബൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ബോസ് ഉണ്ട്, ഭയങ്കര ചൂടനാണെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹം എന്താണ്, ഇയാളോട് ഭയങ്കര രീതിയിലാണ് ചൂടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അതേ ചൂടിൽ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ഇമോഷൻ ഉള്ളിൽ വെക്കും. ആ ഇമോഷൻ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ തിളക്കുന്നുണ്ടാവും. ബോസ് അങ്ങനെയാണ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പെഴുത് പറഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ആരെ മേത്താണത് വെന്റിലേറ്റ് ചെയ്യുക അധിക സമയത്തും? ഓൺ ദ വൈഫ്. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. എന്നിട്ട് അതിന് എക്സ്ക്യൂസ് പറയും, എന്താണ് എൻ്റെ വർക്കിൽ എനിക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഈസ് ദാറ്റ് ജസ്റ്റിഫൈഡ്? ഒരിക്കലും ജസ്റ്റിഫൈഡ് അല്ല. ഷീ ഈസ് ബീങ് ദ വിക്ടിം ഓഫ് യുവർ പ്രോബ്ലംസ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്. എന്നിട്ട് ഉമ്മ ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ വീട്ടിലുള്ള വേറെ ആരെങ്കിലും, അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മാനോട് ഇതേമാതിരി ചൂടാൻ പറ്റുമോ? പറ്റില്ല. ഹസ്ബൻഡ് ഉപ്പനോട് ചൂടാൻ പറ്റുമോ? പറ്റില്ല. ചൂടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ? അത് പിന്നെ വേറെ തന്നെ യുദ്ധമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പിന്നെ ആകെ അവിടെ നിരപരാധികളായിട്ടുള്ള പാവങ്ങൾ ആരാണ്? അത് മക്കളാണ്. ഓന് ഒന്നും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നേരെ കയറിയിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ലാതെ ഓന് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടി ഇങ്ങനെ കാത്തു വെക്കും. വരുത്തി കഴിഞ്ഞാൽ അടിച്ചിട്ടുണ്ട് ശരിയാക്കും. ദാറ്റ് ഈസ് ചൈൽഡ് അബ്യൂസ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് സംതിങ് വി ഷുഡ് ബി ഡൂയിങ്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, അതായത് കുട്ടികളെ അടിക്കാൻ പറ്റും, അടിക്കാതിരിക്കുന്ന കേസുകളുണ്ട്. 2 ടൈപ്പാണ്. അത് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ട്വിൻസ് ആണെങ്കിൽ പോലും ട്വിൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഫുള്ളി സിമിലർ ആയിരിക്കും. അല്ല അവരുടെ സൈക്കോളജി വ്യത്യാസം ഉണ്ടാകും. ചില കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എൻട്രൻസ് പറയുന്ന കുട്ടികൾക്ക് ഐ ടു ടീച്ച് ദം ഓർഗാനിക് കെമിസ്ട്രി. +2 വയസ്സുള്ള കുട്ടികളായിരിക്കും അവർ. ചില കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത ഒരു 6 മാസം നമ്മളെ ഭയങ്കര ക്രൂരമായിട്ട് നോക്കും. ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക്. പക്ഷെ വേറെ കുറച്ച് കുട്ടികളുണ്ട്, അവരെ അടിച്ചു കഴിഞ്ഞാൽ ഓർക്കന്നത് ഓർമ്മ ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ചില ആൺകുട്ടികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അവനത് മറന്നുണ്ടോ, സാറേ ചായ കുടിക്കാണോ എന്നൊക്കെ ചോദിക്കും. ബാക്കി ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ സ്പെസിഫിക്കലി they'll be extremely focused on your revengeful mentality അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചിൽഡ്രൻ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ കുട്ടികൾ അടിക്കുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണാലിറ്റി ഡിഫറൻസ് നോക്കണം. അതിനനുസരിച്ചിട്ടായിരിക്കും അവരെ അടിക്കേണ്ടത്. ഒരിക്കലും അടിക്കേണ്ടെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എങ്ങനെ? നബി സല്ലല്ലാഹു എന്താണ് ഹദീസിൽ പറഞ്ഞത്? നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ 10 വയസ്സായിട്ട് നമസ്കരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? അടിക്കാം. ഈ അടിക്കുന്ന രീതിയുണ്ട് കേട്ടോ. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ കരണക്കുട്ടിക്ക് കയറി അടിക്കുക എന്ന് പറയണമെന്ന് അതൊന്നും ഇറ്റ്സ് നോട്ട് അല്ല, അത് അൺഇസ്ലാമിക്കാണ്. അതിൽ അടിക്കേണ്ട രീതിയുണ്ട്. അടിക്കുന്നതിന് കുട്ടിക്ക് മനസ്സിലാവണം എന്തിനാണ് അടിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ കുട്ടിക്ക് പോലും അത് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ്, ഇസ്ലാമിൽ ഒരിക്കലും ലിബറൽസ് പറയണ പോലെ ഒരിക്കലും കുട്ടിയെ അടിക്കാൻ പാടില്ല, പളങ്ക് പാത്രം അങ്ങനെ എല്ലാ കുട്ടികളും ട്രീറ്റ് ചെയ്യുന്ന ചില കുട്ടികൾ നമ്മൾ തല കയറിയിരിക്കും. അങ്ങനെയുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ തെർബിയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യു ക്യാൻ ബീറ്റ് ദം എ ലിറ്റിൽ ബിറ്റ്, ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ അടിക്കുമ്പോൾ എന്തിനാണ് അടിക്കുന്നത് റീസൺ കുട്ടിക്ക് അറിയോ എന്നുള്ളതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. വെന്റിലേഷൻ ആവരുത്. അതായത് നിങ്ങളെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടിയുടെ മേത്ത് വെന്റിലേറ്റ് ചെയ്യുന്ന അവസ്ഥയും അടിക്കുന്ന വിഷയത്തിൽ വരാൻ പാടില്ല. കുറേ ഷുറൂത്തുകളുണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ട് അടിക്കുന്നതിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത്ര നല്ല മാഷാ അല്ലാഹ്. എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വൈഫ് സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ വേറെ 2 കുട്ടികൾ സ്റ്റുഡൻ്റാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാധാന്യം നന്നായിട്ട് അറിയാം. പഠിപ്പിക്കുക, അതിൻ്റെ പ്രതിഫലം എന്താണെന്നുള്ളതും. ഇനി നിങ്ങളിത് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്, വളരെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു സർക്കംസ്റ്റൻസ് കൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പഠിച്ച് പാഠങ്ങൾ കൊടുക്കുന്ന ഇതെല്ലാം നമ്മളിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ ഒരു ഭാഗത്ത് അസൂയുണ്ട്, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ. അപ്പോൾ എന്നെപ്പോലത്തെ വേറെയും പേരൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആൻസർ, ചില സ്പാർക്കായിരിക്കും നമ്മളെല്ലാം ലൈഫ് മാറാൻ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കായി ഒരു ഉപദേശം അഡ്വൈസ് തരാനുണ്ടെങ്കിൽ ഒന്നോ? ബറക്കല്ലാഹു ഫീക്കും ഹയ്യാക്കും. ജനറലി വീട്ടുകളിൽ ഈ സിറ്റുവേഷൻ ഉണ്ട്. അതായത് യൂഷ്വലി പാരൻറ്റിംഗ് എന്ന് പറയുന്നത് മദർഹുഡിൻ്റെ ഭാഗമാകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട സാധനം ചിലപ്പോൾ പാരൻസ് തന്നെ. ഇപ്പോൾ ഒരു ഉമ്മ എനിക്കറിയാം, അവർ ശരിക്കും BEd ഒന്നും കഴിഞ്ഞ ആളൊന്നുമല്ല, ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളാണ്.
പക്ഷേ കുട്ടികളെ പഠിപ്പിച്ച് +2 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ലെവലിൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരാളുണ്ട്. അത് പഠിപ്പിച്ച് അത് അതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ഈസ് യൂഷ്വലി കുറേ വീടുകളിൽ ഇപ്പോൾ ഖുർആൻ പഠനം എന്നുള്ളത് അത് ഉമ്മയുടെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാധനമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭയങ്കര ബിസിനസ് വർക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാനത് ഹറാമാണ്, ബിസിനസ് ചെയ്യുന്നത് ഹറാമാണെന്നല്ല പറയണത്, പക്ഷേ അതിൽ സമയമില്ലാത്തൊരവസ്ഥ, അതുപോലെ മോട്ടിവേഷൻ ഇല്ലാത്തൊരവസ്ഥ ജനറലി കാണാറുണ്ട്. What we need to understand is khayrukum man ta'allama al-Qur'an wa 'allama. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ചിലപ്പോൾ നിങ്ങൾ ദാവാ സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ പുറത്ത് ചെയ്യുന്നുണ്ടാവും, കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ടാവും, കുറേ സൽക്കർമ്മങ്ങൾ വേറെ ചെയ്യുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഇത് ചെയ്യുന്നുണ്ട്, ഇതുണ്ടാവും. എന്ത് ചെയ്ത് കഴിഞ്ഞാലും khayrukum, the best among you are those who learn the Quran and teach the Quran. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ശരിക്കും മിസ്സാക്കുന്നത് ഇറ്റ്സ് എ ബിഗ് മിസ്സിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ചെറിയ കുട്ടികൾ അവർ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവൻ സൂറത്തുൽ ഫാത്തിഹ ചെല്ലുമ്പോൾ അതിൻ്റെ കൂലി എങ്ങോട്ടാണ് പോണത്? ഇവിടെ ഗോ അത് പഠിപ്പിച്ച ആൾക്കാണ് പോവുക. ഇവിടെ ഉമ്മ മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾക്കിപ്പോൾ അസൂയ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ശരിക്കും അസൂയ തോന്നപ്പോൾ അറിയാം. ആഖിറത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളിങ്ങനെ വിചാരിക്കും എൻ്റെ കുട്ടി മാഷാല്ലാ ഹാഫിളൊക്കെയാണ്, അതിൻ്റെ താജകങ്ങളുടെ തലയിലുണ്ടാവും. എന്നിട്ട് റിവാർഡ്സ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കുണ്ടാവും ഒരു വലിയൊരു മലയോളം ചിലപ്പോൾ റിവാർഡ്സ് ഉണ്ടാവും. ഇൻഷാല്ല പറയും ഇൻഷാല്ല. നിങ്ങൾ വൈഫോടൊക്കെ ഉണ്ടാവും, വൈഫിൻ്റെ റിവാർഡ്സ് വരും, ഇത് മൗണ്ട് എവറസ്റ്റിന് വരണം, ഇങ്ങനെ ഒന്ന് പൊന്തിങ്ങനെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ളൊരു അസൂയുണ്ട്, അത് വേറെ തന്നെ ഒരു അസൂയായിരിക്കും. ഞാൻ പറഞ്ഞു ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കും, റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. ഇപ്പോൾ MBBS 5 വർഷം പഠിക്കുന്നതിൻ്റെ കൂടെ ഹാഫിളായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സാണ് അവർ, ദേ ഫോക്കസ് ഓൺ ഹിഫ്ള് ആൻഡ് ദേ ട്രൈ ടു ഡു ഇറ്റ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടതാണ്. ഞാൻ ജോർദനിൽ പെട്രയിൽ പോയി. പെട്ര കേട്ടിട്ടുണ്ടോ? പെട്ര ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ അവിടെ പോയി, മലകളിലും ഇങ്ങനെ തുരങ്കങ്ങളുണ്ട് അവിടെ, അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കുറേ ക്ലീനേഴ്സ് ഉണ്ട്, ഇങ്ങനെ സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്ന. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകും, ഒരു മലൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഒത്തു കേൾക്കുകയാണ്. ഭയങ്കര ചൂട് ഉള്ളൊരു സമയം കൂടിയാണത്. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അവിടെ പോയപ്പോൾ മൂപ്പര് പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ മിൻഷാവിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട് മൂപ്പരും ഹിഫ്ളാക്കുന്നുണ്ട്. അങ്ങനെ ഹിഫ്ളാക്കുന്നുള്ള കാലഘട്ടത്തിൽ ഡു യു തിങ്ക് യു ഗോയിങ് ടു ഹാവ് എക്സ്ക്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് അല്ലാഹ്? യു നോട്ട് ഗോയിങ് ടു ഹാവ് എക്സ്ക്യൂസ്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ ലൈഫ് ഈസ് റിസൈറ്റിംഗ് ദ ഖുർആൻ. ഇനി അതിൽ ടൈം ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ടൈമില്ലാത്തൊരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ് മാത്രമാണ് അവിടെ ബേസിക്കലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യു നീഡ് ടു പ്രയോറിറ്റൈസ് ഖുർആൻ. ഇന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കുക വീട്ടിൽ. അതായത് സിസ്റ്റം ഉണ്ടാക്കുമ്പോഴാണ് ചില സാധനങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. വീട്ടിൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും അല്ലെങ്കിൽ മോളും സുബഹിക്ക് ശേഷം അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക ആൻഡ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ റുട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് കുടുംബമായിട്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാകും. അതുപോലെ തന്നെ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം യു ക്യാൻ സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി. ഖുർആൻ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ അജറും നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെ അത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് സൈക്കോളജി ഫീൽഡിലാകുമ്പോൾ തന്നെ ചില ആളുകൾ വന്ന് ചോദിക്കും, സാർ എനിക്ക് മോട്ടിവേഷൻ തന്നെ എന്ന് പറയും. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? അതെ, ചില കുട്ടികൾ എക്സാമിൻ്റെ ടൈമിന് വന്നിട്ട് സാർ എനിക്കൊരു ഇത് കിട്ടണില്ല, ഇത് തരുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് മോട്ടിവേഷനാണ്. പക്ഷേ ആ മോട്ടിവേഷൻ കൊടുത്താൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സാധനമാണോ? ഒരിക്കലുമല്ല. സോ മോർ ദാൻ മോട്ടിവേഷൻ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻസി ബേസ്ഡ് ഓൺ അക്കൗണ്ടബിലിറ്റി. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് ഓഫ് വാട്ട് യു ഡൂയിങ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിനെ ഓർമ്മിപ്പിക്കുക. ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത, അത് ഹദീസുകളുണ്ട്, പണ്ഡിതന്മാരുടെ അക്വാലുകളുണ്ട്, ഖുർആനിൽ തന്നെ ആയാത്തുകളുണ്ട്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. ഖുർആൻ പഠിക്കുമ്പോൾ അതിൻ്റെ തഫ്സീറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് യു വിൽ ഫീൽ ദാറ്റ് എനർജി ഡെയിലി. നിങ്ങളൊരു ഖുർആൻ അഡിക്റ്റായിട്ട് മാറുന്നതാണ്. ഇഫ് യു ഫീൽ ദി എഫക്റ്റ് ഓഫ് ഖുർആൻ ഇൻ യുവർ ലൈഫ് യു വിൽ വാണ്ട് ടു റീഡ് ദ ഖുർആൻ എവറി സിംഗിൾ ഡേ. റൈറ്റ്? അതാണ് ബേസിക്കലി അതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് സ്പാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഈ സ്പാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വൈഫിനാണ് സ്പാർക്ക് കൊടുക്കാനുള്ള പണി ഇൻഷാ അല്ലാഹ്. അത് സിസ്റ്റം ബിൽഡ് ചെയ്യുക, മൂവ് അഹെഡ് ഇൻഷാ അല്ലാഹ്. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് സ്പാർക്ക് എവറി സിംഗിൾ ഡേ ഇൻഷാ അല്ലാഹ്. I hope that answers the question. I think with that we'll conclude here. എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും മാഷാ അല്ലാഹ്. നേരത്തെ കുട്ടികളോട് വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മുപ്പരോട് തന്നെ പറഞ്ഞു, ഞാൻ കുറേ ഖുർആൻ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് വെരി കളർഫുൾ മാഷാ അല്ലാഹ്. ഇവിടെയുള്ള പാരൻസ് ഐ എം ഹാവിങ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ യു. കാരണം ഞാൻ യൂഷ്വലി ഡീൽ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലിബറൽ പോപ്പുലേഷനാണ്. കൗൺസിലിങ്ങിന് വരുന്നതും അവരുടെ ലൈഫ്, അവരുടെ കുട്ടികളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്.
വളരെ വളരെ മോശമാണ്. അവർ കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാക്കുക ദീനിൽ വളർത്തിയാൽ മതിയായിരുന്നല്ലോ, ഖുർആൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ചില ആളുകളത് മനസ്സിലാക്കുക, മരണക്കട്ടിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ 8 മക്കളുണ്ടാവും, ഒരാൾ പോലും മുന്നിലുണ്ടാവില്ല. ചിലപ്പോൾ ICUവിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാർഡിൽ തൊട്ട സൈഡിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട ആളുണ്ടാവും, അയാളുടെ ചുറ്റും മക്കളുണ്ടാവും, ഖുർആൻ ഓതി കൊടുക്കുന്നു. അതുപോലെ തന്നെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലിമത്ത് തൗഹീദ് ചെവിയിൽ ഇങ്ങനെ ഓതി കൊടുക്കുന്ന മക്കൾ, അത് കാണുമ്പോൾ മനസ്സിൽ വരുന്ന റിഗ്രറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ ട്രെയിൻ യുവർ ചിൽഡ്രൻ ഇൻ ഖുർആൻ. ദീനിയായിട്ടൊരു അവബോധം ഇപ്പം തന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുത്തോളി. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുകയാണ്. اللهم يقبل منا ومنكم صالح الأعمال. بارك الله فيكم وحياكم الله. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.